ഹജ്ജ് മാസത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഹജ്ജ് എന്നത് ഹജ്ജ് ചെയ്ത വ്യക്തിക്കും ഹജ്ജ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും വ്യത്യസ്തമായിട്ടുള്ള സ്വപ്നങ്ങളും വ്യാഖ്യാനങ്ങളുമാണ് നൽകാനുള്ളത്. ഒരു ഹാജിയെ സംബന്ധിച്ചിടത്തോളം ഹജ്ജ് എന്നത് ഒരു അനുഭവമാണ്. ആ ഹാജി അനുഭവിച്ച അനുഭവങ്ങളാണ് ഹജ്ജിലൂടെ ആ ഹാജി നേടിയെടുക്കുന്നത്. ഹജ്ജുമായി ബന്ധപ്പെട്ട് ആണ് നമ്മൾ ഇൻഷാ അല്ലാഹ് ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. പല ആളുകളുടെയും ഉള്ളിലുള്ള ആഗ്രഹമാണ് ആ നാട്ടിലെത്തിപ്പെടാനും അള്ളാഹുവിൻ്റെ പരിശുദ്ധ കഅബാലയം ഒന്ന് കണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിലിരുന്ന് കരയാനും പ്രാർത്ഥിക്കാനും ആ കർമ്മം പൂർത്തീകരിക്കാം എന്നുള്ളത് ഓരോ വ്യക്തിയുടെയും ആഗ്രഹമാണ്. അതിന് ഭാഗ്യം ലഭിച്ച ആളുകൾ അവരുടെ അനുഭവങ്ങൾ വ്യത്യസ്തമാണ്. അത്തരത്തിലൊരു അനുഭവത്തിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. നമ്മളോടൊപ്പം ആ ഹജ്ജ് അനുഭവം പങ്കുവെക്കുന്നത് ബാംഗ്ലൂർ ജമാഅത്ത് ഇസ്ലാമി സിറ്റി പ്രസിഡൻറ്റ് ഷമീർ സാഹിബാണ്. ഇൻഷാല്ലാ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഹജ്ജ് അനുഭവങ്ങൾ നമുക്ക് കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പലപ്പോഴും പലരുടെ ഒരു ആഗ്രഹമാണ് അള്ളാഹുവിൻ്റെ ആ ഒരു പുണ്യഭൂമിയിൽ എത്തിപ്പെടുക എന്നുള്ളത്. പലരും അതിനുവേണ്ടി തയ്യാറെടുക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുകയൊക്കെ ചെയ്യുകയും പക്ഷെ അതിനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടും അതിന് പോകാതിരിക്കുന്ന ആളുകളൊക്കെ നമുക്ക് കാണാൻ കഴിയാറുണ്ട്. ഷമീർക്ക് എങ്ങനെയാണ് ആ ഹജ്ജിലേക്ക് ആ പുണ്യഭൂമിയിലേക്ക് എത്തിപ്പെടുന്ന ഒരു സന്ദർഭം? എൻ്റെ 40ാമത്തെ വയസ്സിലാണ് ഹജ്ജിന് പോകാനുള്ള ഒരു അനുഗ്രഹം കിട്ടിയത്, ഒരു അവസരം കിട്ടിയത്. അതിൽ ഒരു 7 വർഷമായിട്ട് ജോലി ചെയ്തിരുന്ന ഒരു കമ്പനിയിൽ നിന്ന് എക്സിറ്റ് ചെയ്ത സമയത്താണ് പിന്നെ ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും ഹജ്ജിന് പോകാൻ കഴിഞ്ഞത്. ആ ഒരു സമയം എന്ന് പറയുന്നത് അതിന് ആ ഒരു കമ്പനിയിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്നത് പല ചാലഞ്ചസും പല കോംപ്ലിക്കേഷനൊക്കെ ആയിട്ടാണ് അവിടുന്ന് വിട്ടു വരേണ്ടി വന്നത്. 7 വർഷം ഒരു കമ്പനിയിൽ നല്ല രീതിയിൽ നിൽക്കുകയും പിന്നെ അതിന് 1 വർഷം മുമ്പ് ഞാനിങ്ങനെ ആലോചിച്ച് നോക്കി, എനിക്ക് എന്താണ് ഇനി വേണ്ടത്, ഇവിടെ എല്ലാം കിട്ടേണ്ടതെല്ലാം ഉണ്ടല്ലോ, ഇനി ഒരു മാറ്റം എനിക്ക് ആവശ്യമില്ലല്ലോ എന്നുള്ളൊരു ഇതിലിരിക്കുകയായിരുന്നു. ലൈഫിൽ എല്ലാ രീതിയിലും അന്ന് എന്താണ് ഒരു ഞാനിതിങ്ങനെ ആലോചിച്ചത് ഇപ്പോൾ ഓർമ്മയുണ്ട്. ഒരു അവിടെ എൻ്റെ കമ്പനിയിൽ മേളിൽ നിസ്കരിക്കാനുള്ളൊരു മുസല്ല സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ ഇരുന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ജോലിയുണ്ട്, നിസ്കരിക്കാൻ സൗകര്യമുണ്ട്, അപ്പോൾ ഇനി ഒന്നും ചെയ്യാനില്ലല്ലോ. അപ്പോൾ നെക്സ്റ്റ് എന്ത് ലൈഫിൽ എല്ലാ രീതിയിലും കുടുംബം എല്ലാം സെറ്റാണ്, ഇനി ഒന്നും പ്രത്യേകിച്ച് ചെയ്യേണ്ടതില്ല, നമ്മൾ ഇനി ജോലി മാറുന്നതിനെ പറ്റി ആലോചിക്കേണ്ടതില്ല. അപ്പോൾ അങ്ങനെ എല്ലാ രീതിയിലും സെറ്റിലാണല്ലോ എന്നുള്ളൊരു രീതിയിൽ നിൽക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് 1 വർഷം തികയുന്നതിന് മുമ്പായിട്ട് കുറേ ചാലഞ്ചസുകൾ വന്നു. കമ്പനിയുടെ ഓരോ കാര്യങ്ങൾ ഞാൻ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റുകളിലും അങ്ങനെ അവിടെ നിന്ന് അങ്ങോട്ട് നിൽക്കാൻ പറ്റാത്ത, എന്തായാലും ആ കമ്പനി വിടണം. അത് എൻ്റെ കമ്പനിയുടെ ബോസുമായിട്ടിരുന്ന് ബോസ് പറഞ്ഞ് അങ്ങനെ പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ സംസാരമൊക്കെ ഉണ്ടായി. ഇനി ഈ രീതിയിൽ വിട്ടുപോയാൽ അത് നല്ലൊരു രീതി ആയിരിക്കില്ല, അത് എനിക്ക് പോകേണ്ട തീരുമാനം നീക്കിയെടുക്കാം, പക്ഷേ ഈ ഒരു സമയത്ത് വിട്ടുപോയാൽ അത് ശരിയല്ലെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഒന്നും കൂടെ കണ്ടിന്യൂ ചെയ്തു അങ്ങനെ മുമ്പോട്ട് പോകാമെന്ന്. പക്ഷെ അതിങ്ങനെ ആ ഒരു കോംപ്ലിക്കേഷനുകൾ കൂടുന്നതല്ലാതെ അത് കുറയുന്നില്ല. അങ്ങനെ ഒരു പിന്നെ ഞാനത് തിരിഞ്ഞു നോക്കുമ്പോൾ ഇത് അള്ളാഹുടെ വലിയൊരു തീരുമാനമായിരുന്നു എന്നാണ്. അപ്പോൾ അങ്ങനെ എന്തായാലും വിടേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി. അങ്ങനെയാണ് ഞാനത് കമ്പനി വിടുകയും ആ വിടുന്ന സമയത്ത് ഇനി അങ്ങോട്ട് എന്തെന്നുള്ളൊരു ഐഡിയ ഇല്ല. ഞാൻ എങ്ങോട്ടാണ് എന്താണെന്നുള്ളൊരു ഐഡിയ ഇല്ലാതെ നമ്മളൊരു ചെറിയൊരു ധാരണ, എന്തെങ്കിലും ഒരു കമ്പനി തുടങ്ങണം, അതായത് ഈ ആർക്കിടെക്ചർ ഫീൽഡിൽ തന്നെ ഒരു കമ്പനി തുടങ്ങണം എന്നുള്ളൊരു ധാരണയുണ്ട്. ഒന്നുമില്ലാതെ വിടാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ധാരണയിൽ വേറെ കമ്പനിയിൽ ജോയിൻ ചെയ്യാനുള്ളൊരു ഉദ്ദേശമൊന്നുമില്ല. അങ്ങനെ വിടുകയും പിന്നെ ആ ഒരു സമയത്താണ് ഞാൻ പിന്നെ ഹജ്ജ് ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. ഇനി ഒരു ജോലിയിൽ നിന്ന് വിട്ടിട്ട് ആ ഒരു സമയം ജോലിയിൽ നിന്ന് വിട്ട് ഇനി ഒരു സ്വന്തമായിട്ട് തുടങ്ങുന്നതിന് മുമ്പ് ആ ഒരു സമയത്ത് ഹജ്ജ് ചെയ്തിട്ട് പിന്നെ ഇനി മുമ്പോട്ട് പോകാം. ക്രൂഷ്യൽ മൊമെന്റിൽ അതെ ആ സമയത്ത് അതായത് ജോലിയില്ല, പൈസ ഇനി അങ്ങോട്ട് എങ്ങനെ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ, ഭാവിനെ കുറിച്ചൊരു ക്ലാരിറ്റി ഇല്ലാത്തൊരു സമയമാണ്. അപ്പോൾ പടച്ചോൻ ആ ഒരു ചിന്ത ഇട്ട് തന്നെയാണ് ഈ സമയത്ത് നീ ഹജ്ജിന് പോകുന്നുള്ളൊരു ചിന്ത അങ്ങനെ ഇട്ട് തരികയും അതൊരു സഡൻ ആയിട്ടുള്ളൊരു തീരുമാനമാണ്. നേരത്തെ തന്നെ കുറേ കാലമായിട്ട് പ്ലാൻ ചെയ്ത് അങ്ങനെ പോകുന്നൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ സാധാരണ ഞാനൊരു
ആ സമയത്തൊക്കെ പിന്നെ അവർ 40 വയസ്സാകുമ്പോൾ അങ്ങനെ ഹജ്ജിന് പോകുന്നെന്നുള്ളൊരു ട്രെൻഡൊന്നുമല്ല ആ സമയത്ത്. അത് അങ്ങനെ ബാക്കിയുള്ളവർ കുറേ പേര് ഇങ്ങനെ ആ ഒരു പ്രായത്തിലൊക്കെ പോകുന്നു, അതുകൊണ്ട് നമുക്ക് പോകാം എന്നുള്ളൊരു ഇതല്ല. സാധാരണ നമ്മൾ കാണാറുള്ളത് പ്രായമായിട്ട് ഒരു 55 വയസ്സൊക്കെ കഴിഞ്ഞ് എൻ്റെ വാപ്പയുമ്മയൊക്കെ പോയത് 55 വയസ്സിന് ശേഷം റിട്ടയർമെൻറ്റ് സ്റ്റേജൊക്കെ ആകുമ്പോഴാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു ചിന്തയിലായിരുന്നു അതിന് മുമ്പുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു സമയത്ത് പിന്നെ എൻ്റെ മാത്രമല്ല, ഞാനും എൻ്റെ പെങ്ങളും കൂടെ ആയിട്ടാണ് പോയത്. അപ്പോൾ പെങ്ങൾക്കും വേറെ കുറേ ചാലഞ്ചസ് ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഒരു എല്ലാം കൊണ്ടും കുറേ ചാലഞ്ചസ് അപ്പോൾ എല്ലാം കൊണ്ടും ഒരു കുറേ ചാലഞ്ചസിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ അൽഹംദുലില്ലാ ആ ഒരു സമയത്താണ് അള്ളാഹു കൈപിടിച്ച് വലിച്ച് നമ്മളെ ആ വിളിക്ക് ഉത്തരം കിട്ടിയത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു എമോഷണലായിട്ട് ഹജ്ജ് അനുഭവം എന്ന് പറയുന്നത് തന്നെ പലരെ സംബന്ധിച്ചതൊരു ഇമോഷണലി ഭയങ്കര കണക്റ്റഡ് ആണ്. ഹജ്ജിൻ്റെ ഓരോ കർമ്മങ്ങളും അതിന് അയാളെ പറഞ്ഞ പോലെ ഇവർ പറയുമ്പോൾ തന്നെ ആ ഒരു ഇമോഷണലൊക്കെ മനസ്സിലാവും. ആ ഒരു വൈകാരികമായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ്. അത് ഓരോ സമയത്ത് പടച്ചോൻ നമ്മളെ കൈപിടിച്ച് ഇങ്ങനെ കൊണ്ടുപോകുന്ന ഒരു അവസരമുണ്ട്. അത് ഇങ്ങനെ നമ്മളങ്ങനെ കൊണ്ടുപോയി, ആ പടച്ചോൻ അങ്ങനെ കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു മാനസികമായിട്ടുള്ള ആ ഒരു സ്നേഹത്തെ ശരിക്കും ഫീൽ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളുടെ അതാണ് ശരിക്കും ഹജ്ജ് നമ്മളെ പഠിപ്പിക്കണത്. അപ്പം അതുകൊണ്ടാണ് അതിനെപ്പറ്റി ആലോചിച്ച് നോക്കുമ്പോഴൊക്കെ എനിക്ക് ഒരു ഇമോഷണലായിട്ട് അത് ഫീൽ ചെയ്യുക. എന്തായാലും പിന്നെ അങ്ങനെയായിരുന്നു അതിൻ്റെ തീരുമാനം. പിന്നെ തീരുമാനിച്ച് അൽഹംദുലില്ലാ അങ്ങനെ പിന്നെ ബാക്കി തടസ്സങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പോകാനായിട്ട്. അവിടെ തന്നെ ബാംഗ്ലൂരിലുള്ള ഒരു ടീമുമായിട്ടാണ്, ഒരു ഉറുദു ടീമുമായിട്ടാണ് തീരുമാനിച്ചത്. ഫാമിലി ഞാനും പെങ്ങളും കൂടെ അങ്ങനെ പോയത്, ഞങ്ങൾ രണ്ടുപേരും കൂടെ ആയിട്ട് പോയതാണ്. അപ്പോൾ ഫാമിലി ഉണ്ട്. എൻ്റെ മൂന്നാമത്തെ മോൻ ജനിച്ച് 3 വയസ്സായിട്ടുണ്ടാവും ആ ഒരു സമയത്താണ്. അതുകൊണ്ട് തന്നെ ഫാമിലി ആയിട്ട് പോകാൻ പറ്റില്ല. പിന്നെ ഇതിന് മുമ്പ് ഞാൻ ഉംറയ്ക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അത് 2005 ഉംറയ്ക്ക് പോയത്. അപ്പോൾ ആ സമയത്ത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഇനി ഹജ്ജിന് പോകുമ്പം ഫാമിലി ആയിട്ട് പോയാൽ ആ ഒരു അനുഭവം കിട്ടൂലെന്നറിയാം. പിന്നെ നമ്മൾക്ക് ആ ഒരു സ്വന്തം ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അള്ളാഹുമായിട്ടുള്ള കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അങ്ങനെ കിട്ടൂലെന്ന്. അതുകൊണ്ട് തന്നെ പിന്നെ ഒറ്റയ്ക്ക് എന്ന് പറയുമ്പോൾ കുടുംബം പൂർണ്ണമായിട്ട് മക്കളില്ലാതെ അങ്ങനെ പോകാമെന്നുള്ളൊരു രീതിയിലാണ്. അത് എന്തായാലും അള്ളാഹുടെ തീരുമാനം അങ്ങനെയൊക്കെയായിരുന്നു. ഞാനും പെങ്ങളുമായിട്ട് പോകാൻ തീരുമാനിച്ചു. പിന്നെ ഒരു ഇവിടെയുള്ള ഉറുദു ഹജ്ജ് ഗ്രൂപ്പുമായിട്ടാണ് പിന്നെ നമ്മൾ ഇടപാടുകൾ നടത്തുകയും അതിൽ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ വന്നുള്ളൂ. ബാക്കി കാര്യങ്ങളെല്ലാം എളുപ്പമായിരുന്നു. അവിടെ പോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു തുടക്കം. അപ്പോൾ നമ്മൾ ഹജ്ജിന് പോകുമ്പോൾ അപ്പോൾ ആ ഒരു ചലഞ്ചിങ് മൊമെൻറ്റിലാണ് നമ്മൾ ഹജ്ജിന് പോകുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും നമ്മുടെ യാത്രേനെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പേഴ്സണലി ബാധിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നോ? ഇല്ല, തീരുമാനം എടുത്തതിന് ശേഷം ബാക്കി കാര്യങ്ങൾ എളുപ്പമായിരുന്നു. ബാക്കി കാര്യങ്ങൾ എനിക്ക് അങ്ങനെ വേറെ ചാലഞ്ചസ് ഒന്നും ഉണ്ടായില്ല. അതെ. അതിൽ പിന്നെ അതിൻ്റെ കാര്യങ്ങളുണ്ട്. ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതും പിന്നെ അതിൻ്റെ ഇഞ്ചക്ഷൻ്റെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് അതൊക്കെ വളരെ എളുപ്പമായിരുന്നു. അത് പലരും എൻ്റെ കൂടെ യാത്ര ചെയ്തവർ കർണാടകയുടെ പല ഡിസ്ട്രിക്ട്സിൽ നിന്നും വന്നിട്ടുള്ളവരാണ്. അപ്പോൾ അവർക്ക് ഇന്ന ഒരു ദിവസം വന്ന് ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് ആ സമയത്ത് വരേണ്ട വന്നു. അങ്ങനെ പക്ഷേ എനിക്ക് ആ സമയത്ത് പോകാൻ പറ്റിയില്ല. പക്ഷെ അവർ പറഞ്ഞു, ഞാൻ സാധനം തരാം, നിങ്ങൾക്ക് അറിയാവുന്ന ഡോക്ടറെ കൊണ്ട് അത് ഇഞ്ചെക്ട് ചെയ്താൽ മതി എന്ന്. അപ്പോൾ അങ്ങനെ ആ സംഗതി എൻ്റെ സൗകര്യത്തിനനുസരിച്ചിട്ട് അത് ചെയ്യാൻ പറ്റി. ബാക്കി കാര്യങ്ങൾ ഒന്നിനും എനിക്ക് അങ്ങനെ ഒരു തടസ്സമോ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കാര്യങ്ങളെല്ലാം എളുപ്പമായിട്ട് പോവുകയും എനിക്ക് പിന്നെ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളിപ്പോൾ ഈ ഒരു യാത്രയിൽ നമ്മളിപ്പോൾ ബാംഗ്ലൂരിന് പോകുന്ന ആളുകൾ ഇപ്പോൾ എങ്ങനെയാണ് ഇവിടെ നിന്ന് തന്നെ ഇഹ്റാം കെട്ടിയിട്ടാണോ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തത്, അതോ നിങ്ങൾ അവിടെ ചെന്നിട്ടാണോ? ഞങ്ങൾ ഇവിടെ നിന്നായിരുന്നു ഇഹ്റാം കെട്ടിയത്. ഞങ്ങൾ നേരെ ജിദ്ദയിൽ പോയി ഇറങ്ങുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തത്. അതെ. അപ്പോൾ പിന്നെ മീഖാത്തിൽ നമ്മൾ നേരെ ജിദ്ദയിൽ പോയി ഇറങ്ങുന്ന രീതിയിലായതുകൊണ്ട് ഇവിടുന്ന് ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്ന് തന്നെ ഇഹ്റാം കെട്ടിയിട്ടാണ് പോയത്. നമ്മളിപ്പോൾ അവിടെ ഈ ഹജ്ജാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. അപ്പോൾ നമ്മൾ ആ ഒരു ലക്ഷ്യത്തിലാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം ആ ഒരു എക്സ്പീരിയൻസ് നമ്മൾ ആ മക്കയിലെത്തുകയും കാണാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഉള്ളിലൊരു വലിയ ആഗ്രഹം ഉണ്ടാവില്ല. അപ്പോൾ എന്തായിരുന്നു ആ ഒരു നമ്മുടെ അവസ്ഥ?
അതിൽ ഞാൻ പിന്നെ ഹറമിനെ കാണുന്നതിന് മുമ്പ് ഉംറയ്ക്ക് പോയിരുന്നപ്പം കാണാൻ പറ്റിയായിരുന്നു. പക്ഷേ ഹജ്ജിന് പോകുമ്പോൾ ആദ്യം ഉംറയ്ക്ക് അവിടെ എത്തി ഈ യാത്രയും പിന്നെ അവിടെ ഹോട്ടലിൽ രാത്രിയാണ് അവിടെ എത്തിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹോട്ടലിലെത്തി അവിടെ ലഗേജ് അവിടെ വെച്ചോണ്ട് എന്തോ കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ ജിദ്ദയിലെത്തി കഴിഞ്ഞിട്ട് അടുത്ത വണ്ടി വരാനും അങ്ങനെ കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു മാനസികമായിട്ട് അങ്ങനെ ഹറമിനെ ഫേസ് ചെയ്യുന്ന ഒരു മാനസികമായിട്ടുള്ള ഒരു ഇതിലായിരുന്നു നമ്മൾ അവിടെ എത്തുന്നത്. അത് അതിൻ്റെതായിട്ടുള്ളൊരു ചാലഞ്ചസ് ആണ്. അവിടെ പിന്നെ ഹോട്ടലിൽ ലഗേജ് വെക്കുകയും നമ്മളെല്ലാവരും അങ്ങോട്ട് പോവുക ഉംറ ചെയ്യുക എന്നുള്ളൊരു തീരുമാനമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ അങ്ങനെ ആ ഒരു ഉംറ സാറ്റിസ്ഫാക്ടറി ആയിരുന്നു എന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ സാറ്റിസ്ഫാക്ടറി അല്ലെന്ന് പറയും എന്ന് പറഞ്ഞാൽ അത് ആ ഒരു തിരക്കിനിടയ്ക്ക് ഒരു ഉംറ ചെയ്ത ഒരു ഫീലിംഗ് ആയിരുന്നു. അപ്പോൾ ഡെഫിനറ്റ്ലി ആ ഹറമിൻ്റെ ഉള്ളിൽ ചെല്ലുമ്പോൾ ഉള്ളൊരു ഫീലിംഗ് വേറെ തന്നെയാണ്, ആ ഒരു അനുഭവം വേറെ തന്നെയാണ്. അത് നമ്മൾ ബാക്കിയുള്ള ഈ തിരക്കും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചുകൊണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ ഹറമിനെ പിന്നെ കാണുമ്പോൾ തന്നെ കിട്ടുന്ന ഒരു മാനസികമായിട്ടുള്ള ഒരു കുളിർമ, ഒരു ശാന്തത, അത് ഒരു അനുഭവം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ആ ബുദ്ധിമുട്ടുകൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അതെല്ലാം മറഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ അത് മാറിപ്പോകുന്നു. പിന്നെ നമ്മൾ അതിലേക്ക് അങ്ങ് കിടക്കുകയാണ്. ആ ഒരു അനുഭവമായിരുന്നു ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിതുവരെ കാണാത്തൊരു സ്ഥലത്ത്, ഒരു പ്രദേശത്തൊക്കെ അള്ളാൻ്റെ ഭാവന നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് കാണാൻ ഭയങ്കര ആഗ്രഹമായിരിക്കും. ഒരു എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ടായിരിക്കും നമ്മൾ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ നമ്മൾ ഹറമിലേക്ക് കയറുമ്പോൾ നമ്മളിങ്ങനെ പ്രതീക്ഷിക്കുകയാണ് എന്താണ് ഇനി എവിടെയാണ് കഅബ ഉള്ളത്, അതെന്തായിരിക്കും അതിൻ്റെ കോലം എന്നൊക്കെ ഉള്ളൊരു എക്സൈറ്റ്മെൻറ്റ് നമ്മളിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാവലുണ്ട്. നമ്മളതിങ്ങനെ പെട്ടെന്ന് ആ ഒരു ഇത് കാണുമ്പോൾ, ഇപ്പം ഞാനിപ്പോൾ ഉംറയ്ക്ക് പോയപ്പോൾ ഉണ്ടായൊരു അനുഭവമാണ്. നമ്മളിങ്ങനെ അള്ളാൻ്റെ ആ ഒരു ഭവനം കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ മനസ്സിൽ വന്നൊരു ആലോചന, നമ്മുടെ ഓരോരുത്തരുടെ അനുഭവങ്ങളല്ല. നമ്മളിങ്ങനെ ലോകത്തുനിന്ന് പല ആളുകളും അള്ളാൻ്റെ ഭവനം ഉദ്ദേശിച്ച് ഇങ്ങനെ വരുമ്പോൾ അതിങ്ങനെ കാണുമ്പോൾ എല്ലാത്തിനെയും മറന്നിട്ട് ആ ഒരു ഇതിലേക്ക് ഇങ്ങനെ ആ പ്രാർത്ഥനയൊക്കെ ചൊല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും അറിയാതെ നമ്മുടെ കണ്ണിൽ നിന്നൊക്കെ വെള്ളമൊക്കെ വന്നു പോകും. അപ്പോൾ നമ്മളിങ്ങനെ അപ്പോൾ എനിക്കങ്ങനെ തോന്നിയൊരു സംഗതി, നമ്മൾ മരിച്ച് പരലോകത്ത് വെച്ചിട്ട് അള്ളാനെ നമ്മൾ കണ്ടുകിട്ടുന്നൊരു ദിവസത്തെയാണ് എനിക്ക് ശരിക്കും അവിടെ വെച്ച് ഓർമ്മ വന്നത്. നമ്മൾ അള്ളാനെ കാണുമ്പോൾ എന്തായിരിക്കും ഇനി നമ്മളുടെ ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അള്ളാൻ്റെ ഇതൊക്കെ കുറേ പ്രതീകാത്മകമായിട്ടുള്ള കർമ്മങ്ങളാണ് ഹജ്ജിലുള്ളത്. അള്ളാൻ്റെ ഒരു ഭവനം കാണുമ്പോൾ തന്നെ നമ്മൾ ഇത്രമാത്രം അള്ളാൻ്റെ ആ സ്നേഹത്തെ മനസ്സിലാക്കുകയും ഇമോഷണലി കരയൊക്കെ ചെയ്യുമ്പോൾ, നമ്മൾ അള്ളാൻ്റെ വജ്ഹ് ദർശിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ഇരിക്കും, അങ്ങനെ ഒരു ഫീലിംഗ് പലപ്പോഴും. അതെ. അതിൽ എനിക്ക് കൂടുതലും അനുഭവപ്പെട്ടത് എല്ലാവരും പല സ്ഥലങ്ങളും, ലോകത്ത് പല സ്ഥലങ്ങളിൽ നിന്ന് വന്നെത്തുന്ന ആൾക്കാർ ഒരേ രൂപത്തിൽ ഒരേ വേഷത്തിൽ വന്ന് അങ്ങനെ ഒരേ ഒഴുക്കിലിങ്ങനെ പോകുമ്പോൾ തവാഫ് ചെയ്യുമ്പോൾ ഉള്ളൊരു അനുഭവം. അതിൽ എനിക്ക് കുറേ ഈ ഹജ്ജിന് പോകുമ്പോൾ അതിൻ്റെ കുറേ കാര്യങ്ങൾ എടുത്ത് പറയുകയാണെങ്കിൽ അതിൻ്റെ അനുഭവങ്ങളാണ്, എക്സ്പീരിയൻസസ്, പല ടൈപ്പ് എക്സ്പീരിയൻസസ് ആണ് കിട്ടുക. അതിനകത്ത് വലിയൊരു അനുഭവമാണ് ഈക്വാലിറ്റിയുടെ ഒരു അനുഭവം. അത് പല ടൈപ്പ് ആൾക്കാർ, പിന്നെ ആഫ്രിക്കൻ കൺട്രീസ് നല്ല തടി ഉള്ള നല്ല കരുത്തുള്ള ഒരു ആൾക്കാരും, വലിയ സൈസും മറ്റേ നീളവും എല്ലാം ഉള്ള ആൾക്കാരും, അതേപോലെ ഇന്ത്യ എന്നുള്ള ബംഗ്ലാദേശ്, അപ്പോൾ ഇങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും വരുന്ന, പിന്നെ അറബികളൊക്കെ ആയിട്ട്, അപ്പോൾ പല ടൈപ്പ് ആൾക്കാരാണ്. ഇവരെല്ലാവരും കൂടെ ഒരേ രീതിയിൽ പിന്നെ ആ കർമ്മം ചെയ്യും. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇതില്ലാതെ സമാധാനത്തോടെ ചെയ്യുമ്പോൾ അത് കിട്ടുന്ന വേറൊരു അനുഭവമാണ്. അത് ഒരു ഈക്വാലിറ്റിയുടെ മെസ്സേജ് ഭയങ്കരമായിട്ട് അത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആരും തവാഫ് ചെയ്യുമ്പോൾ അങ്ങനെ ഒന്നും തള്ളൊന്നുമില്ല. ഇല്ല, അത് അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു എനിക്ക്. അതങ്ങനെ തവാഫ് ചെയ്യുമ്പോൾ തന്നെ, പിന്നെ രാത്രി ആ ഒരു സമയവും കൂടെ ആയതുകൊണ്ട് അങ്ങനെ വലിയ തിരക്കില്ലായിരുന്നു. അത് പിന്നെ എനിക്ക് ഹജറുൽ അസ്വദിൻ്റെ അടുത്ത് പോകാനും അങ്ങനെ അത് അത്ര ഒരു തൊടാൻ ഹജ്ജിന്റെ ആ ഉംറ ചെയ്യുന്ന ആദ്യത്തെ ഉംറയിൽ അങ്ങനെ പോയായിരുന്നു. പിന്നെ ആ സമയത്ത് ഒരു ആവേശം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു ആവേശത്തിൽ നമ്മൾ പതുക്കെ ഓരോ തവാഫ് ചെയ്യുമ്പോഴും ഇങ്ങനെ അടുത്തടുത്ത് പോയി, പിന്നെ ലാസ്റ്റിൽ കുറച്ചൊന്ന് ബുദ്ധിമുട്ടുണ്ട് അവിടെ മുത്തുക എന്നുള്ള ഒരു ഇതാണ്. അപ്പോൾ അത് സാധിച്ചു എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഈ ഹജ്ജ് നമ്മൾ ഓരോ കർമ്മങ്ങളും വിശദീകരിക്കുകയാണെങ്കിൽ അതിന് കുറേ നമുക്ക് വേറെ കുറേ അനുഭവങ്ങളാണ്. അപ്പോൾ ഈ കർമ്മങ്ങളിൽ ഏറ്റവും നിങ്ങൾക്കത് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം തന്ന കർമ്മം അതാണ്. നമ്മളിപ്പോൾ
അറഫുണ്ട്, അങ്ങനെ ഓരോ മുസ്ദലിഫയിലൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ അപ്പോൾ ഇതിലൊക്കെ ഏതാണ് ഏറ്റവും നന്നായിട്ട് നിങ്ങൾ? അതാണ് ഞാനത് എനിക്ക് പല എക്സ്പീരിയൻസസ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഓരോ എക്സ്പീരിയൻസ് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് പിന്നെ മിനയിൽ വെച്ചിട്ട് അനുഭവപ്പെട്ടത് സ്ട്രഗിളുടെ ഒരു എക്സ്പീരിയൻസ് ആണ്. അത് മിനയിൽ എന്ന് പറയുമ്പോൾ ഒരു ചെറിയ റൂമിൽ 10-20 പേര് കിടക്കുകയും ജസ്റ്റ് ഒരു വ്യത്യസ്തമായിട്ടുള്ള ആളുകൾ, വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാർ നമ്മുടെ ഗ്രൂപ്പിലുള്ള തന്നെ, പക്ഷേ ഉറുദു കമ്മ്യൂണിറ്റി എന്നായതുകൊണ്ട് നമ്മുടെ ഒരു ഇതിലുണ്ടോ, പക്ഷേ അത് ഭക്ഷണവും ആ ഒരു സ്റ്റൈലിലെ ഭക്ഷണമാണ്. അങ്ങനെ പിന്നെ കുറേ കാര്യങ്ങൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട്, ഒരു ഒരു ചാലഞ്ചസും ആ ഒരു പരീക്ഷണത്തിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അത് ബാക്കിയുള്ളവരൊക്കെ ഇത് സാധാരണ ഹജ്ജിന് പോകുമ്പോൾ എപ്പോഴും പറയുന്ന ഒരു സംഗതിയാണ്, പരീക്ഷണങ്ങളുണ്ടാവും, ബുദ്ധിമുട്ടുകളുണ്ടാവും, അതെല്ലാം സഹിക്കുക, സബ്രം ഉണ്ടാവണം എന്നൊക്കെ പറയുന്ന ഒരു ഇതാണ്. ഈ പറഞ്ഞ സംഗതി ഈ കൊണ്ടുപോകുന്ന ടീം അതിനൊരു അഡ്വാൻറ്റേജ് ആക്കി എടുക്കുന്ന ഒരു അവസ്ഥ നമ്മൾ അങ്ങനെ ഫീൽ ചെയ്ത് തുടങ്ങി. അതായത് അവിടെ കൂടെ ഉണ്ടായിരുന്നവർക്കൊക്കെ ഇവർ ആ സബ്രം ഉണ്ടാവണം എന്ന് പറഞ്ഞ് നമ്മുടെ സബ്റിനെ പരീക്ഷിക്കുകയാണെന്നുള്ളൊരു ഒരു രീതിയിലേക്ക്. അപ്പോൾ അതൊരു ആ ഒരു രീതിയിലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ ഹജ്ജിന് പോയ ഒരു സമയത്താണ് മിനയിൽ മറ്റേ ഒരു സ്റ്റാമ്പീഡ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു മറ്റേ വേറൊരു സൈഡിൽ നിന്ന് വരികയും ആൾക്കാർ കുറേ പേര് മരണപ്പെട്ട് ഒരു ഈ വർഷത്തിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മിനയിൽ കുറച്ച് കൂടുതൽ ഒരു ദിവസം എക്സ്ട്രാ നമ്മുടെ ടേൺ കുറച്ച് വൈകിട്ടാണ് വന്നത്. ആ ഒരു സമയത്തെല്ലാം ബ്ലോക്ക് ചെയ്തു. നമുക്ക് ഇങ്ങനെ ആംബുലൻസിൻ്റെ സൗണ്ട് ഇങ്ങനെ ആ ഒരു മാനസികമായിട്ട് കുറച്ച് ഡിസ്റ്റർബ്ഡ് ആയിരുന്നു ആ ഒരു സമയത്ത്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ അവിടെ മിനയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം പിന്നെ കല്ലെറിഞ്ഞിട്ട് വരുമ്പോൾ നമ്മൾ ജംറയിൽ ഈ ഒരു അവസ്ഥ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ പേടിച്ചിട്ടാണ് പോകുന്നത്, ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമോ, നമ്മളൊന്ന് പോകുമ്പോൾ സംഭവിക്കുമോ. അപ്പോൾ ഇങ്ങനെ പോയി നല്ല ചൂടുള്ള സമയം കൂടെ ആയിരുന്നു. അപ്പോൾ ഈ ആൾക്കാരെല്ലാവരും പിന്നെ ഇത്രയും ക്രൗഡും ഒക്കെ ആയിട്ട് ഉള്ളിലോട്ട് പോകുമ്പോൾ ഭയങ്കര ക്ഷീണിച്ച് എല്ലാവരും വെള്ളത്തിനിങ്ങനെ ദാഹിച്ചിരിക്കുന്ന സമയം. ഇത് കല്ലെറിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും വെള്ളം കിട്ടിയാൽ മതി എന്നുള്ളൊരവസ്ഥയാണ്. അപ്പോൾ അവിടെ അങ്ങനെ പുറത്തിറങ്ങുന്ന ഉടനെ തന്നെ അവിടെ വെള്ളത്തിൻ്റെ ഒരു ക്യാനിലെ ഒരു ടാപ്പും സൗകര്യമുണ്ട്, ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റി. അപ്പോൾ അവിടെ എത്തിയപ്പോൾ നമ്മൾ ഇങ്ങനെ ക്യൂ നിൽക്കുക എല്ലാവരും ഇങ്ങനെ എങ്ങനെയും വെള്ളം കിട്ടിയാൽ. അപ്പോൾ എൻ്റെ മുന്നിലുള്ള ആൾ വെള്ളത്തിൻ്റെ ഇത് നിറച്ചു എനിക്ക് തന്നു. അത് കഴിഞ്ഞിട്ടാണ് മൂപ്പര് കുടിച്ചത്. അപ്പോൾ അതൊരു അനുഭവമായിരുന്നു. അത് നമ്മൾ സാധാരണ സഹാബികളെ പറ്റിയിട്ട് കേട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഇത് കഴിഞ്ഞിട്ട് സ്വാഭാവികമായിട്ടും നമ്മളെന്താ ചെയ്യുക, നമ്മൾ ആദ്യത്തെ മറ്റവർക്ക് കൊടുത്തിട്ട് പിന്നെ നമ്മൾ കുടിക്കുക. അപ്പോൾ അങ്ങനെ ഒരു അനുഭവമായിരുന്നു അവിടെ ഉണ്ടായിരുന്നു മിനയിൽ വെച്ചിട്ട്. അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. സഹാബിമാര് ചെയ്തിരുന്ന ഒരു കർമ്മം നമ്മളത് ശരിക്കും അനുഭവിച്ചു, അത് കണ്ടു, നമ്മൾക്ക് ആ രീതിയിലൊന്ന് അനുഭവിക്കാൻ പറ്റി. നമ്മളുടെ മനസ്സിൽ വരാത്തായിരിക്കും, ദാഹിച്ചിരിക്കും നമ്മള്, പക്ഷെ അങ്ങനെ ഉണ്ട്. ആ ഒരു അവസ്ഥയിൽ ഒരു ഷെയർ ചെയ്യാനായിട്ട് നമുക്ക് ശരിക്കും അനുഭവിക്കാൻ പറ്റി എന്നുള്ളതാണ്. അപ്പൊ ഈ ഹജ്ജിന്റെ ഒരു ഏറ്റവും മെയിൻ പാർട്ടാണ് അറഫ. അപ്പൊ ഈ അറഫ അനുഭവം പലർക്കും പലതാണ്. ചിലവരത് കുറച്ചും കൂടി അള്ളാനായിട്ട് ഇങ്ങനെ. നിങ്ങൾക്ക് എന്തായിരുന്നു അറഫയിലുള്ളൊരു എക്സ്പീരിയൻസ്? അറഫയും ഭയങ്കര ഇമോഷണലാണ്. അത് ഞാനെപ്പോഴും എല്ലാവരും ആര് പോവുകയാണെങ്കിലും ഹജ്ജിന് പോകുമ്പോൾ അവരുടെ അടുത്ത് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ഞാൻ പറയും, പ്രത്യേകം എടുത്തു പറയുന്നത്, നിങ്ങൾ അറഫ മൈതാനത്തിൽ വെച്ചിട്ട് എന്നെ ഒന്ന് ഓർക്കണം. അതായത് നമ്മൾ അറഫ മൈതാനത്തിൽ നമ്മൾ കേട്ടിട്ടുള്ളത് പിന്നെ നമ്മുടെ മാഷറേൻ്റെ കാര്യങ്ങളാണല്ലോ. അപ്പോൾ അത് നമുക്ക് ശരിക്കും അത് ഫീൽ ചെയ്യും അവിടെ പോകുമ്പോൾ. അതിൻ്റെ ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ മാഷറയിലെ കാര്യം ഓർക്കുകയും നമ്മളെ വിലയിരുത്തുകയും. അതിനകത്ത് വേറൊരു ഒരു കാര്യം സംഭവിച്ചത്, ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്തിരുന്ന ഒരു ഫാമിലി, അവരുടെ മോനും കുഞ്ഞിനെയും കൊണ്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ മൂപ്പര് പറഞ്ഞത് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതായിരുന്നു കുറച്ചും കൂടെ ടച്ചിങ് ആയത്. മൂപ്പർക്ക് കല്യാണം കഴിഞ്ഞ് മക്കളുണ്ടായിരുന്നില്ല. അപ്പോൾ ആരോ പറഞ്ഞു, പിന്നെ ഹജ്ജിന് പോയിട്ട് അറഫ മൈതാനത്തിൽ പ്രാർത്ഥിച്ചാൽ കുഞ്ഞുണ്ടാവും, നിങ്ങളുടെ പ്രാർത്ഥന അള്ളാഹു കേൾക്കുന്നു. അപ്പോൾ അങ്ങനെ മൂപ്പര് ഹജ്ജിന് വന്നു, അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടായ കുട്ടിയാണിത് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ പിന്നെ ആ നമ്മളുടെ പേഴ്സണൽ ലെവലിലും കുറേ ആഗ്രഹങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. നമ്മൾ ഒരു ചാലഞ്ചിങ് സിറ്റുവേഷനിലാണ് ഞാനും എൻ്റെ പെങ്ങളും പോകുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഇതും കൂടെ കേട്ടപ്പം നമുക്ക് അറഫ മൈതാനമായിട്ട്
ഒരു മറയില്ലാതെ അതെ റബ്ബിന്റെ മുമ്പിൽ എല്ലാം അഴിച്ചു വെച്ച് പറഞ്ഞാൽ നമ്മുടെ വസ്ത്രവും എല്ലാനും അള്ളാഹ്ക്ക് വേണ്ടി അവിടെ നിന്നിട്ട് റബ്ബ് മാത്രം എന്നുള്ള അർത്ഥത്തിൽ കംപ്ലീറ്റ് നമ്മുടെ പ്രാർത്ഥന ഫുള്ള് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് അവിടെ നിന്ന് പിന്നെ അവിടെ ഇരിക്കുക, പ്രാർത്ഥിക്കുക, വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ, അവിടെ പ്രാർത്ഥിക്കുന്ന മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ച് നമ്മൾക്ക് മനസ്സിലുള്ള എല്ലാം ഇങ്ങോട്ട് പുറത്ത് വെക്കുക, പ്രാർത്ഥിക്കുക എന്നുള്ളത്. ഈ അനുഭവം അറഫ മൈതാനത്തിൽ എനിക്ക് തോന്നുന്നു കിട്ടുള്ളൂ. പിന്നെ വേറൊന്നുണ്ടായിരുന്നത്, എനിക്ക് അറഫ മൈതാനത്തിൽ അതിന് മുമ്പ് കേട്ടിരുന്നത് പിന്നെ അറഫ മൈതാനത്തെ കുത്തുബ കേൾക്കണമെന്നായിരുന്നു. അപ്പോൾ അത് എന്തായാലും നമുക്ക് സാധിക്കില്ല, പിന്നെ അറബിയിലാണ്, നമുക്ക് മനസ്സിലാവില്ല അതുകൊണ്ടാണ്. പക്ഷെ ഞാൻ അപ്പോൾ ആലോചിച്ചത്, ഈ മൈതാനത്തിൽ നിന്നാണല്ലോ പ്രവാചകൻ ഫൈനൽ മെസ്സേജ് തന്നത്. അപ്പോൾ ആ ഫൈനൽ മെസ്സേജിൻ്റെ ഇമ്പോർട്ടൻസ് എനിക്കപ്പോൾ ഫീൽ ചെയ്തത്, എല്ലാ ഹാജിമാരും അവിടെ ചെല്ലുമ്പോൾ ഈ ഒരു ഫൈനൽ മെസ്സേജ് കേൾക്കണം, അതിൻ്റെ ഒരു ഓർമ്മയായിട്ട്, അത് ഇതിൻ്റെ കർമ്മത്തിൻ്റെ ഭാഗമായിട്ടുള്ള രീതിയിലല്ല. പക്ഷെ എനിക്ക് ഫീൽ ചെയ്ത ഒരു സാധനമാണ് ഈ ഫൈനൽ മെസ്സേജ് കേൾക്കുകയും, അപ്പോൾ അവിടെ വെച്ചിട്ട് അർഫ മൈതാനത്തിൽ വെച്ചിട്ട് പ്രവാചകൻ പറഞ്ഞ സംഗതി നമ്മളപ്പോൾ കേൾക്കുമ്പോൾ അതിന് വേറൊരു ഇമ്പാക്റ്റാണ്. നമ്മൾ അതിലേക്ക് ഇങ്ങനെ ആലോചിച്ചിട്ട് ആ ഒരു മലയുടെ മുകളിൽ പറഞ്ഞതായിട്ട് നമുക്കൊരു ഫീലിംഗ്, അത് റിയാലിറ്റിയിലേക്ക് അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റും. അതേ സമയത്ത് അവിടെ അന്ന് കൊടുക്കുന്ന കുത്തുബ നമ്മൾ ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു സംഗതി. അപ്പം ചില കാര്യങ്ങൾ ഈ അറഫ മൈതാനം പിന്നെ അവിടെ എത്തുമ്പോഴും, പിന്നെ അല്ലെങ്കിൽ ഹജ്ജിന് പോയി വന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഹജ്ജ് ചെയ്യുന്ന ആ അറഫ മൈതാനത്തിൽ ഹാജിമാരെല്ലാവരും നിൽക്കുന്ന സമയത്ത് നമ്മൾ ബാക്കിയുള്ളവരും ഈ ഒരു കുത്തുബ അല്ലെങ്കിൽ ഇത് കേൾക്കേണ്ടതാണെന്ന്. ഹജ്ജിന് അവിടെ കൊടുക്കുന്ന കുത്തുബ അല്ല, പിന്നെ പ്രവാചകന്റെ കുത്തുബയായിട്ട് ഹജ്ജത്തുൽ വിദായിലെ കുത്തുബ. അപ്പോൾ അത് എല്ലാ വർഷവും അത് കേൾക്കുമ്പോൾ നമുക്കൊരു റിമൈൻഡറായി മാറും. ഇത് പ്രവാചകൻ പറഞ്ഞില്ല, ഇത് നിങ്ങൾ ഇനി ബാക്കിയുള്ളിടത്തേക്ക് എത്തിക്കുക എന്നുള്ളത്. ആ ഒരു പരിപാടി നമ്മൾ ചെയ്യേണ്ടതുണ്ടെന്നുള്ളതാണ്. അതായത് വേറൊരു എക്സ്പീരിയൻസ്, ഞാൻ ടേക്ക് അവേ എന്ന് പറയുന്നത്, ഹജ്ജ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറേ ടേക്ക് അവേസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തൊന്നാണ് ഈ ഒരു സംഗതി. എല്ലാ വർഷവും ഹജ്ജ് പെരുന്നാളാവുമ്പം അതിന് മുമ്പായിട്ട് നമ്മളിത് ഈ ഒരു കുത്തുബ ഒന്ന് വായിച്ചിരിക്കുക അല്ലെങ്കിൽ കേട്ടിരിക്കുക എന്നുള്ളത്. ഹജ്ജ് എന്ന് പറയുന്ന ഒരു കർമ്മം പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത്, ഹജ്ജ് ചെയ്ത് വരുന്ന ഒരു ഹാജി പിന്നെ നിസ്കാരവും നോമ്പും ഇതൊക്കെ ഒരു വീടിൻ്റെ ഉള്ളിൽ ഒതുങ്ങുന്ന, അതല്ല. മറ്റേ ഹജ്ജത്തുൽ വിദായിലെ ആ കുത്തുബ കേൾക്കുമ്പോൾ ശരിക്കും ഇനി എൻ്റെ ദൗത്യം ഇതല്ല, ഞാൻ കുറച്ചും കൂടി എൻ്റെ ജീവിതവും ഇതൊക്കെ ഒന്ന് മാറ്റാനുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി പലപ്പോഴും പറയാറുണ്ടല്ലോ നമ്മൾ, ഹജ്ജത്തുൽ വിദായില് 100,000-ഓളം സ്വഹാബിമാർ ഈ കുത്തുബ കേട്ട്. അതുകൊണ്ട് തന്നെ ഈ സ്വഹാബിമാരെല്ലാവരുടെയും ഖബറിടങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗത്തും എത്തി. അപ്പൊ അള്ളാഹ് റസൂൽ ആ ഒരു ദൗത്യം ഏൽപ്പിക്കുകയാണ്, കൈമാറ്റം ചെയ്യണം. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു ഹാജിക്കും ഉണ്ടാകേണ്ടത് ആ ദൗത്യം, റബ്ബ് അള്ളാഹിന്റെ റസൂല് പറഞ്ഞ ദൗത്യം എന്നുള്ളതിന് നമ്മൾ നിർവഹിക്കേണ്ടെന്നുള്ളൊരു എക്സ്പീരിയൻസ് ആണ് ഉണ്ടായെന്നാണ് പറയുന്നത്. അതെ, നമ്മള് ഇതില് ഹജ്ജ് എന്ന് പറയുന്ന വൺ ഓഫ് ദ പില്ലറാണ്. അപ്പോൾ ഈ പില്ലറിൽ, അപ്പോൾ നമ്മളിത് പില്ലറായിട്ട് തന്നെയാണ് കാണുന്നത്. നമ്മൾ പലപ്പോഴും ഇതിനെ ഒരു ഗോളായിട്ട് കാണും. അതായത് നമ്മളെ ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്ക് എത്തി എന്നുള്ള രീതിയിലാണ് നമ്മൾ ഹജ്ജിനെ കാണുന്നത്. പക്ഷേ ഇത് ശരിക്കും അത് ഡെസ്റ്റിനേഷൻ അല്ല, ഇതൊരു പില്ലറാണ്. അതായത് നമ്മൾ നിസ്കാരവും നമ്മൾ സക്കാത്ത് കൊടുക്കുന്നു, പിന്നെ അതേ ഇങ്ങനെ ഈ 5 സ്തംഭങ്ങളിൽ ഒന്നാണ് ഹജ്ജ് എന്ന് പറയുമ്പോൾ അത് സ്തംഭങ്ങൾ മാത്രമാണ്, പില്ലർ മാത്രമാണ്. അപ്പോൾ പില്ലറിൻ്റെ ഉദ്ദേശം എന്താണ്? പില്ലർ മാത്രമായിട്ട് നിൽക്കാനായിട്ട് ഒരു പില്ലറിൻ്റെ ആവശ്യമില്ലല്ലോ. പില്ലർ എന്ന് പറയുന്നത് അതിൻ്റെ ബിൽഡിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു നെക്സ്റ്റ് ലെവലിലെ സ്ട്രക്ചർ, വലിയൊരു സ്ട്രക്ചർ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇമാറത്തിന് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പില്ലറാണത്. അത് സ്ട്രോങ് പില്ലറാണ്. നമ്മൾ എത്രത്തോളം ഭംഗിയായിട്ട് ഈ പിന്നെ 5 കർമ്മങ്ങളും ചെയ്യുന്നു, അതിനനുസരിച്ചിട്ടുള്ള ബിൽഡിങ് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെയാണ് പലപ്പോഴും ആൾക്കാർ, ഹാജിമാർ അത് തെറ്റിപ്പോകുന്നെന്നുള്ളൊരു ഫീലിംഗ് ആണ് എനിക്കുള്ളത്. അത് ഈ പില്ലർ മാത്രം കെട്ടിയിട്ട് വരുന്ന ഒരു സ്വഭാവമാണ് മുസ്ലിം സമുദായത്തിൽ പൊതുവേ കാണാറുള്ളത്. അതേ സമയത്ത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഓരോ ഹാജിമാരും, ഹജ്ജ് ചെയ്തിട്ടുള്ള ഓരോ വ്യക്തിയും തിരിച്ചവരവരുടെ സ്ഥലത്ത് വന്നാൽ അവർ പ്രവർത്തകരാവണം എന്നുള്ളതാണ്. ഇസ്ലാമിന് വേണ്ടിയിട്ട് മുന്നേറുക, അവരുടെ സ്ഥലത്ത് ഇങ്ങനെ ഇസ്ലാമിന് വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പണിയെടുക്കുക. ആ ഒരു ദൗത്യം എടുക്കാതെ വെറും ഈ പില്ലർ മാത്രം, പില്ലറിൻ്റെ കാര്യങ്ങൾ ചെയ്തു, ഭംഗിയായിട്ട് ചെയ്തു, അത് കഴിഞ്ഞിട്ട് എൻ്റെ ജീവിതത്തിൽ ചെയ്യേണ്ടതെല്ലാം ചെയ്തു എന്ന് പറഞ്ഞിരുന്നാൽ നമ്മളവിടെ പരാജയപ്പെട്ടു. നമ്മൾ
ആ ചെയ്ത ഹജ്ജ് കർമ്മം അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ അതിന് ശേഷം നമ്മൾ പ്രവർത്തിക്കും. നമ്മൾ ഒരു ദിവസം ജീവിക്കുകയാണെങ്കിലും അത് ഹജ്ജ് കർമ്മത്തിന് ശേഷം നമ്മൾ ഇവിടെ നമ്മുടെ നാട്ടിലേക്ക് വന്ന് ഒരു ദിവസം നമ്മൾ ജീവിച്ചിട്ട് മരണപ്പെട്ടാലും ആ ഒരു ദിവസം നമ്മൾ എന്താണ് പ്രവർത്തിച്ചത്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എന്താണ് പ്രവർത്തിച്ചത്, അത് വെച്ചിട്ടായിരിക്കും ഈ ഹജ്ജ് ചെയ്തതിൽ അത് പിന്നെ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ള വിലയിരുത്താൻ പറ്റാം. ആ രീതിയിലാണ് ഞാനതിനെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ഹാജിമാരും ഹജ്ജിന് പോയി വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങണമെന്നുള്ളതാണ്. എന്നാൽ മാത്രമേ ഉള്ളൂ ഒരു ഇമാറത്തിനെ നമുക്ക് അവിടെ പിന്നെ കെട്ടിപ്പടുത്താൻ പറ്റുന്നു. ഒരു ബിൽഡിങ്ങിനെ അവിടെ കെട്ടിപ്പടുത്തണമെങ്കിൽ ഇത് നമ്മൾ ആ രീതിയിൽ പ്രവർത്തിച്ചാലേ പറ്റുള്ളൂ എന്നുള്ളതാണ്. അതാണ് എനിക്ക് അതിൽ നിന്ന് വേറൊരു ടേക്ക് അവേ ആയിട്ടുണ്ടായിരുന്നു. പറഞ്ഞാൽ പലരും കാണാതെ ഒരു ഫൈനൽ ഡെസ്റ്റിനേഷൻ ആണ് ഹജ്ജ്. ലൈഫിന്റെ അവസാന സമയത്ത് അത് ചെയ്ത് ഇനി ആ ഒരു ഇതിൽ അങ്ങോട്ട് മരണപ്പെടാന്നുള്ളതാണ്. പക്ഷെ അതിലപ്പുറം ഇനിയാണ് എൻ്റെ പണി കൂടുതലുള്ളത്. പലപ്പോഴും നമ്മൾ ഈ യാത്രകളിൽ നമുക്ക് ഒരുപാട് ചരിത്ര സ്ഥലങ്ങളും ബദറുഹുദൊക്കെ നമ്മൾ മദീനയിൽ എത്തുമ്പോൾ കാണുകയും വലിയ സ്വഹാബിമാരുടെ ഒക്കെ ഇങ്ങനെ ചരിത്രം കേൾക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ തോന്നും, ഈ സ്വഹാബിമാർ കൂടി കിടക്കുന്ന ഒരു സ്വർഗത്തിൽ കാണല്ലോ നമുക്കിനി പ്രവേശിക്കാനുള്ളത്. അപ്പം അള്ളാൻ്റെ റസൂലിൻ്റെ ഒപ്പം ഇരിക്കുന്ന സഹാബിമാരുടെ കൂട്ടത്തിൽ ഇരിക്കണം എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതും നമ്മൾ അള്ളാഹിനോട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കണത്. അപ്പം അവരുടെ ആ കൂട്ടത്തിൽ ഇരിക്കാനുള്ള ലെവലിൽ ആ ഒരു തരത്തിലേക്ക് നമ്മളുടെ ജീവിതത്തെ ക്രമീകരിക്കലും കൂടിയാണ് ഈ അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. അതെ, നമ്മൾ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും അള്ളാഹു പറഞ്ഞിട്ടുള്ള കർമ്മങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അതൊരു ഫോർമാലിറ്റി അല്ലെങ്കിൽ എക്സസൈസ് എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്ത് പോകുന്നുണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ സിയാറത്തിന് പോന്നു, അതായത് മദീനയിൽ പോന്നു, നമ്മൾ ഉഹുദ് നടന്ന സ്ഥലവും ബദർ നടന്ന സ്ഥലങ്ങളിലൊക്കെ പോയി കാണുന്നു. പക്ഷേ ഈ ഓരോ സ്ഥലങ്ങളിൽ പോയി കണ്ട് നമ്മൾ അനുഭവം നല്ലൊരു അനുഭവം എന്ന് പറഞ്ഞിട്ട് വരുന്നതല്ലാതെ അവിടെ അതായത് നമ്മൾ പ്രവാചകൻ സഹാബികളും ഇസ്ലാമിനെ കെട്ടിപ്പടുത്താൻ വേണ്ടിയിട്ട് കെട്ടിപ്പടുത്തിയ ഒരു സ്ഥലം, ആ ഒരു ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്നിട്ട് അവിടെ എങ്ങനെയാണ് അവർ കെട്ടിപ്പടുത്തിയെന്നുള്ളത് നമ്മൾ ഫിസിക്കലി അവിടെ നിന്ന് നമ്മൾ കണ്ട് പഠിക്കുന്നത്. ഇതെല്ലാം ചെയ്തു വന്നതിന് ശേഷം നമ്മൾ അതിനെ പറ്റിയിട്ട് ആ ഒരു ബോധ്യത്തിലേക്ക് വന്ന് പണിയെടുക്കുന്നില്ലെങ്കിൽ ഈ ചെയ്തത് മുഴുവനും ഒരു ചോദ്യചിഹ്നമാണ്. നമ്മളൊരു വിസിറ്റിന് മാത്രം, നമ്മൾ പല സ്ഥലങ്ങളിലും വിസിറ്റിന് പോകാറുണ്ട്, നമ്മൾ പല ദേശങ്ങളിലും കാണാറുണ്ട്. അപ്പോൾ ഈ ദേശങ്ങളിലൊക്കെ പോകുമ്പോൾ നല്ല സ്ഥലമാണ്, അപ്പോൾ അതിനെ പറ്റിയിട്ട് നല്ല അഭിപ്രായമാണ്. അങ്ങനെ നമ്മൾ വരികയാണെങ്കിൽ ആ ഒരു അഭിപ്രായത്തിൽ മാത്രം ഒതുങ്ങും. പക്ഷേ ഇതൊരു പാഠമാണെന്ന് പറഞ്ഞിട്ട് നമ്മളത് അവിടുന്ന് കുറേ കാര്യങ്ങൾ പഠിച്ചിട്ട് വന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ അള്ളാഹുവിടെ നിന്ന് കിട്ടുന്ന ഒരു പ്രതിഫലം ആ രീതിയിലായിരിക്കും. നമ്മൾ ചെയ്തിട്ടുള്ള നമ്മൾ മദീനയിൽ പോയതിൻ്റെ അതിൻ്റെ പ്രതിഫലം കിട്ടുന്നത് ആ രീതിയിലായിരിക്കും. മറിച്ച് നമ്മൾ മദീനയിൽ പോയത് നമ്മൾ UK അല്ലെങ്കിൽ സ്വിറ്റ്സർലാൻഡിലൊക്കെ പോകുന്നു, നമ്മളൊരു വിനോദയാത്രയ്ക്ക് വേണ്ടിയിട്ട് പോകുന്നു, അവിടെ കണ്ടു, നല്ല രസമുണ്ട്, അതിനെപ്പറ്റിയിട്ട് കുറേ ബ്ലോഗൊക്കെ എഴുതാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ അതിനെ കാണുകയാണെങ്കിൽ അതിന് ആ ഒരു രീതിയിലുള്ള ഒരു പ്രതിഫലം കിട്ടും. പക്ഷേ അതിനെ മറിച്ച് നമ്മൾ അതിൽ നിന്ന് കിട്ടിയ പാഠം കൊണ്ട് നമ്മൾ തിരിച്ചു വന്ന ഭൂമിയിലേക്ക് പ്രവർത്തിക്കാനായിട്ട് ഇറങ്ങുകയാണെങ്കിൽ അതിൻ്റെ പാഠം പിന്നെ അതിന് പ്രതിഫലം വേറെ ലെവലിലായിരിക്കും. നമുക്കൊരു റോൾ മോഡൽ കിട്ടിക്കഴിഞ്ഞു. മദീനയിലെത്തുമ്പോൾ എങ്ങനെ റസൂല് നടത്തിയൊരു സംവിധാനം, ആ ഒരു മനോഹരമായിട്ടുള്ള ഒരു സംവിധാനത്തിൻ്റെ ഒരു മോഡൽ നമ്മളുടെ കയ്യിൽ വരെയും ഇനി അതാണ് നമ്മൾ ഇനി ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതെന്നുള്ളൊരു ഏറ്റവും വലിയൊരു പാഠമാണ് ശരിക്കും മദീനയിലൊക്കെ വെച്ച് കിട്ടുന്നത്. പലപ്പോഴും ഇങ്ങനെ തോന്നാറുള്ളത് ഇങ്ങനെ ഈ റസൂല് ഒക്കെ ഇങ്ങനെ അവർ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്തൊരു സംവിധാനമാണല്ലോ. ഇങ്ങനെ ചിലവർ പറയും നമ്മൾ ഹജ്ജിന് പോയിട്ട് അത് അങ്ങോട്ട് ശരിയായില്ല, അങ്ങനെയൊക്കെ ഒരു എക്സ്പീരിയൻസ് പറയും, ഞാനിത് ഒന്നും കൂടി പോയി ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ട്. അത് പിന്നെ അത് ഞാൻ അതായത് ഹജ്ജിന് പോയി ലാസ്റ്റിൽ നമ്മൾ മുടി കളയുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ സാധാരണ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, ഞാൻ പഠിച്ചത് മുടി ട്രിം ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് ട്രിം ചെയ്തു. എൻ്റെ പോരുന്ന അമീർ പറഞ്ഞു അതിങ്ങനെ പറ്റൂല, മുടി മുഴുവനും കളയണം എന്നായി. അപ്പോൾ ആകെ പിന്നെ പ്രശ്നമായി, ഇപ്പം എന്താ ചെയ്യേണ്ടത്? അപ്പോൾ അവർ പറഞ്ഞു അത് നിങ്ങൾ പിന്നെ കുറേ കാര്യങ്ങൾ ഇന്നത് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പിന്നെ കുറേ വേറെ അന്വേഷിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ നമ്മൾ അറിയാതെ ചെയ്തതാണ്, അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല, അള്ളാഹു സ്വീകരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയായിരുന്നു. പക്ഷെ അത് ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊക്കെ ടെക്നിക്കാലിറ്റീസിൽ കുടുങ്ങിയിട്ട് അതിൽ നിന്ന് കിട്ടേണ്ട എക്സ്പീരിയൻസും അതിനുശേഷമുള്ള നമ്മളെ പ്രവർത്തനത്തിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. യെസ്, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അള്ളാഹു പറഞ്ഞിട്ടുള്ള രീതിയിൽ, പ്രവാചകൻ കാണിച്ചിട്ടുള്ള രീതിയിൽ തന്നെ നമ്മൾ ചെയ്യണം, ഏറ്റവും നല്ല രീതിയിൽ അത് ചെയ്യണം. പക്ഷെ അതിനകത്തൊരു ചെറിയ വീഴ്ച വന്നു എന്ന് പറഞ്ഞിട്ട് നമ്മളത്
പിന്നെ നമുക്കറിയാം പടച്ചോൻ അത് ഏറ്റവും എളുപ്പമാക്കിയിട്ടുള്ളതാണ്. പടച്ചോൻ പറഞ്ഞാൽ അത് ആകപ്പാട് ഇതിൻ്റെ ഹജ്ജിൻ്റെ ഒരു അർക്കാൻ എന്ന് പറഞ്ഞ് മെയിനായിട്ട് പറഞ്ഞിട്ടുള്ളത് അറഫ മൈതാനത്തിൽ നിൽക്കുക എന്നുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ എത്താൻ കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളെല്ലാം ചെറിയ വീഴ്ചകളുണ്ടെങ്കിൽ അള്ളാഹു പുറത്തു തരും എന്നുള്ളതാണ്. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്ത് വീട്ടുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പുറകിന് കൂടുതൽ പോകാതെ നമ്മൾ വീഴ്ചകൾ പറ്റും, മനുഷ്യരാണ്, അള്ളാഹുവാണ് ഏറ്റവും പൊറുക്കപ്പെടുന്ന, പിന്നെ അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യാതെ നമ്മൾക്ക് ഇതിൽ നിന്ന് കിട്ടേണ്ട ടേക്ക് അവേ എന്താണെന്നുള്ളത് അതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു സൗന്ദര്യത്തിൻ്റെ പാർട്ടാണ് നമ്മുടെ മുടി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ കംപ്ലീറ്റ് ഒഴിവാക്കുകയാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ പറയാറുണ്ട് ഫസ്വലി റബ്ബിക്ക് നമ്മൾ ബലിയിറക്കുന്നുണ്ട് അതിൻ്റെ കൂടെ. എൻ്റെ അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് എനിക്ക് എൻ്റെ സൗന്ദര്യമായാലും എൻ്റെ സൗന്ദര്യത്തിൻ്റെ ഒരു പാർട്ടായാലും ഞാൻ ഉപേക്ഷിക്കാൻ നമ്മുടെ ഒരു ത്യാഗസന്നദ്ധതയാണ് ശരിക്കും അള്ളാഹ് നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. അപ്പം ശരിക്കും നമുക്ക് ഉണ്ടാകുന്ന ആ ഒരു ചിന്ത മുടി എന്ന് പറയുന്നത് നമ്മുടെ ആ സൗന്ദര്യം പോലും ഞാൻ എൻ്റെ റബ്ബിന് വേണ്ടി ഒഴിവാക്കാൻ തയ്യാറാണെന്നുള്ളതാണ് ശരിക്കും ആ കർമ്മം നമ്മളെ പഠിപ്പിക്കണത്. അപ്പോൾ അത് ഈ സംഗതി നമ്മൾ ഇപ്പം ഈ രീതിയിൽ മനസ്സിലാവുമ്പം, അതായത് നമ്മൾ പോകുന്ന അമീർ നമ്മുടെ അടുത്ത് പറയുകയാണ് ഇന്ന കാരണം കൊണ്ടാണ് നമ്മൾ മുടി കളയുന്നത്, ആ ഒരു പാഠം പഠിച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമ്മൾ വേറെ ഒന്നും നോക്കില്ല, മുടി മുഴുവനും കളയും. പക്ഷെ നമ്മൾ പലതും കേട്ടിട്ടുണ്ട്, മുടി ട്രിം ചെയ്താൽ മതി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അത് എൻ്റെ കൂടെ ഇങ്ങനെ പോകുന്ന നമ്മൾ കൊണ്ടുപോകുന്ന അമീർ ആ രീതിയിൽ നമുക്ക് പറഞ്ഞു തന്നില്ലെങ്കിലും ഒരു പ്രശ്നമുണ്ട്, നമുക്കത് അറിഞ്ഞിട്ടില്ലെങ്കിലും ഒരു പ്രശ്നമുണ്ട്. പക്ഷെ അത് ഞാൻ പറയുന്നത് അങ്ങനെ ചില വീഴ്ചകൾ നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല അറിയാതെ സംഭവിക്കുന്നതാണ്. അതിന് മേളിൽ നമ്മൾ കൂടുതൽ ആവേണ്ടതില്ല. പക്ഷെ പുറക്കിനെ തേടണം, നമ്മൾ വേണ്ട പശ്ചാത്തലം പിന്നെ നോക്കണമെങ്കിൽ അത് ചെയ്ത് വീട്ടുക എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ നോക്കുക. പക്ഷെ അത് കാരണം നമ്മുടെ ഹജ്ജ് ശരിയായില്ല, അതുകൊണ്ട് ഒന്നും കൂടെ ഹജ്ജിന് പോയിട്ട് പിന്നെ അത് നമ്മൾ ശരിയാക്കിയിട്ട് പിന്നെ പ്രവർത്തിക്കാം എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ അതിലേക്ക് കൂടുതൽ ആ ടെക്നിക്കാലിറ്റീസിലേക്ക് കൂടുതൽ കെട്ടിപ്പെടണമെന്നാണ് എൻ്റെ അഭിപ്രായം. സ്വാഭാവികമായിട്ടും നമ്മളാ ഒരു നാട്ടിൽ ചെന്ന് നിൽക്കുമ്പോൾ, പ്രത്യേകിച്ചും മക്കയും മദീനയൊക്കെ നമ്മൾ നിൽക്കുമ്പോൾ, സ്വയം ഞാനിപ്പോൾ ഉമ്രക്കൊരു എക്സ്പീരിയൻസ് പറയണം. നമ്മളപ്പോൾ സ്വയം അവിടെ ചെന്നപ്പോൾ ഉണ്ടായൊരു ബേജാറ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ റസൂല് നടന്ന വഴികളും സഹാബിമാർ സഞ്ചരിച്ച വഴികളും നമ്മളിങ്ങനെ യാത്രകളല്ല, കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കർമ്മങ്ങളും കഅബയിൽ നിന്ന് നമ്മളെ ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ യാത്രകൾ, കുറേ കഷ്ടപ്പാടിൻ്റെ കുറേ സാധനങ്ങളാണ്. സഅയ് ചെയ്യുമ്പോഴായാലൊക്കെ നമ്മൾ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ ഇങ്ങനെ ആലോചിക്കണം. പലപ്പോഴും നമ്മൾ എപ്പോഴും എക്സ്ക്യൂസിൻ്റെ ആൾക്കാരാണ്, നമുക്ക് യാത്ര ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ എൻ്റെ ജോലി, അങ്ങനെ കുറേ സാധനങ്ങൾ സ്വാഭാവികമായിട്ടുള്ളൊരു വ്യക്തിയാണ് ഹജ്ജിന് പോകുന്നത്. പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോൾ എനിക്ക് മനസ്സിലായത് ഞാനിപ്പോൾ ഇവിടെ നിന്ന് എക്സ്ക്യൂസുകൾ ചോദിക്കണതൊന്നും ഒരു എക്സ്ക്യൂസ് അല്ല. കാരണം അതിനേക്കാൾ അപ്പുറത്താ, പ്രത്യേകിച്ച് മറ്റേ ജബലുന്നൂറൊക്കെ കയറുമ്പോഴറിയാം മറ്റേ റസൂലൊക്കെ എത്ര കഷ്ടപ്പെട്ടാണ്. അപ്പോൾ നമ്മൾ ഈ എക്സ്ക്യൂസുകളേക്കാൾ അപ്പുറം ശരിക്കും നമുക്കൊന്നും എക്സ്ക്യൂസ് പറയാൻ സ്കോപ്പില്ലാന്ന് ശരിക്കും അവിടെ ചെല്ലുമ്പോൾ ഒരു ഫീലിംഗ് ഉണ്ടായിട്ടുണ്ട്. കാരണം ഇനി ഇതിനേക്കാൾ അപ്പുറം ത്യാഗങ്ങളും പ്രയാസങ്ങളൊക്കെ സഹിച്ച് അവരുണ്ടാക്കിയെടുത്തൊരു സംവിധാനം, ഈ ഇസ്ലാം എന്ന് പറയുന്ന സംവിധാനത്തിൽ നമ്മളിങ്ങനെ എക്സ്ക്യൂസ് പറഞ്ഞാൽ എത്ര കാലം മാറിക്കും എന്നുള്ളൊരു തോന്നൽ ശരിക്കും അവിടെ ചെല്ലുമ്പോൾ ഉണ്ടായി. അപ്പം നിങ്ങൾക്ക് എന്തായിരുന്നു ഒരു ഇതിൽ ഞാൻ പോയൊരു സമയം എനിക്ക് ഈ രീതിയിൽ പ്രസ്ഥാനമായിട്ട് അങ്ങനെ ബന്ധപ്പെട്ടിട്ട് ആ ഒരു അറിവ് ആ രീതിയിൽ, അതായത് നമ്മളെ ഈ ഒരു അനുഭവം ഈ എക്സ്പീരിയൻസ് ആണ് വേണ്ടതെന്നുള്ളൊരു ചിന്ത ഇല്ലാത്തൊരു സമയത്താണ് ഞാൻ പോയത്. അതുകൊണ്ട് തന്നെ പിന്നെ മദീനയിൽ ഇങ്ങനെ പോകുമ്പോൾ സ്ഥലം കാണൽ എന്നുള്ള രീതിയിലാണ് പലപ്പോഴും ഉണ്ടായിട്ടുള്ളത്. അതിപ്പോൾ ഇനി ഒരു ഉംറയ്ക്ക് പോകണമെന്നുണ്ട്, പോകുമ്പോഴെങ്കിലും അത് നല്ല രീതിയിൽ ആ ഒരു അനുഭവം കിട്ടണം എന്നൊക്കെ, അവിടെ മദീനത്ത് പോകണം, ആ രീതിയിൽ അത് അനുഭവിക്കണം എന്ന് ഒരു ആഗ്രഹമുണ്ട്. പക്ഷെ അന്ന് പോയപ്പം അങ്ങനെ ഒരു അനുഭവം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു എനിക്ക് തോന്നുന്നു ആ ഒരു അതിനെ പറ്റിയിട്ടുള്ളൊരു അതിനെപ്പറ്റി ഒരു അറിവ് ഇല്ലാത്ത ഒരു വിഷയം ഉണ്ടായിരുന്നു. പ്രസ്ഥാനത്തിലേക്ക് കൂടുതൽ ഉള്ളിലേക്ക് അടുക്കാത്ത ഒരു സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ പോയ ഒരു ടീമും ആ രീതിയിൽ അതിനെ നമുക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു ടീമല്ല. അവർ ഇത് കാണുക എന്നുള്ള ഒരു സിയാറത്ത് എന്നുള്ള രീതിയിൽ, ഒരു വിസിറ്റ് എന്നുള്ള രീതിയിൽ മാത്രമാണ് അതിനെയൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. അതവിടെ വിസിറ്റ് ചെയ്യുന്നതിൽ ഒരു പുണ്യം എന്നല്ലാതെ അവിടെ പോകുന്നതിൽ നിന്ന് അവിടെ നിന്ന് പഠിക്കേണ്ട പാഠങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കത് പറഞ്ഞു തന്നിട്ടില്ല. ഇത് പലപ്പോഴും ഇങ്ങനെ കാണലുണ്ട്, മറ്റേ ഹജ്ജിന് പോകുന്ന ആളുകളിൽ കുറച്ച് പേര് അത് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്ത് വരെയും
ചില ആളുകൾ ആ ഒരു തൃപ്തി ഇല്ലാണ്ട്, സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെ ഒരു തിരിച്ചു വരിക, അവരിങ്ങനെ അതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഇനി ചെയ്തത് ശരിയായില്ല, ഒരിക്കൽ കൂടി ഇങ്ങനെ പോകണം, ആ ഒരു മെന്റാലിറ്റി ഉള്ള ആൾക്കാർ. എനിക്ക് തോന്നുന്നത് സ്വാഭാവികമായിട്ടും ഓരോ കർമ്മങ്ങളുടെ ആ ഒരു ആത്മാവിനെ സ്വീകരിച്ചിട്ട് നമ്മൾ ശരിക്കും ഈ ഒരു കർമ്മത്തിലേക്ക് ഹജ്ജിന് പുറപ്പെടുകയാണെങ്കിൽ ശരിക്കും ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്നാണ് എനിക്ക് മനസ്സിലായത്. അതെ അതെ. അത് നമ്മൾ ഹജ്ജിന് പോകുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു ഈ ക്ലാസ്സുകൾ കിട്ടുന്നത് അതിലേക്കാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്ന്. ഈ കർമ്മങ്ങൾ ഡെഫിനറ്റ്ലി അത് അറിഞ്ഞിരിക്കുക, പഠിക്കുക. പക്ഷെ ആ കർമ്മങ്ങൾ വളരെ ലൈറ്റാണ്. അത് നമ്മൾ കൂടുതൽ ബേജാറാവേണ്ടതില്ല. അത് വെച്ചുകൊണ്ട് അതിനകത്ത് ആ ഒരു ചാലഞ്ച് ഉണ്ടായിരുന്നു. നമ്മൾ പോകുമ്പോൾ തവാഫ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ചൊല്ലേണ്ടത്, അത് എന്തെങ്കിലും മിസ്സായി പോവോ, ഇങ്ങനെയൊക്കെ ഉള്ളൊരു ചാലഞ്ച് ഉണ്ടായി. അത് എനിക്ക് തോന്നുന്നു നമ്മളെ ചുറ്റും നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ള കുറേ അറിവിനനുസരിച്ചിട്ടുള്ള ഒരു പ്രഷറാണ്. പക്ഷേ ഇതൊരു അനുഭവമാക്കി മാറ്റുക, അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കുക, പ്രവാചകൻ പോയ പാതകളിലൂടെ പോവുക, അത് അനുഭവിക്കുക, പ്രവാചകൻ്റെ അവസാനത്ത് കുത്തുബല് പറഞ്ഞ കാര്യങ്ങൾ അത് അനുഭവിക്കുക. അവിടെ നമ്മൾ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് പ്രവാചകൻ നമ്മുടെ മുന്നിൽ നിന്ന് ഇത് പറയുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അതിനെ എടുത്തിട്ടുണ്ടാവുക, ആ സഹാബികളുടെ കൂടെ നമ്മൾ നിൽക്കുകയായിരുന്നെങ്കിൽ അങ്ങനെ നമ്മൾ അവിടെ അവർ പ്രവർത്തിച്ച രംഗത്ത് നമ്മളവിടെ നിൽക്കുകയാണ്, അവിടെ അതിലേക്കൂടെ പോവുകയാണ്. അപ്പം നമ്മൾ ആ രീതിയിൽ നമ്മൾ ഹജ്ജും നമ്മുടെ ഉംറയും അങ്ങനെ കാണാൻ കഴിഞ്ഞാൽ അത് വലിയൊരു വിജയമായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ ഒരു വിസിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പല സ്ഥലങ്ങളിൽ പോകുന്ന രീതിയിലുള്ള ഒരു വിസിറ്റായി മാറും. അതിൽ പ്രത്യേകിച്ച് അങ്ങനെ പിന്നെ പടച്ചവൻ്റെ അടുത്ത് പോകുമ്പോൾ അല്ലാഹു അലം അത് എങ്ങനെയാണ് അതിന് പ്രതിഫലം ഏത് ലെവലിൽ കിട്ടിയണം. ചിലപ്പോൾ നല്ലൊരു വിസിറ്റ് എന്നുള്ളൊരു പ്രതിഫലം കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ കിട്ടേണ്ട പാഠം, അല്ലാഹു ഉദ്ദേശിച്ച പാഠങ്ങൾ നമ്മൾ കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കുകയാണെങ്കിൽ ചിലപ്പം പലപ്പോഴും അതിനകത്ത് പരാജയപ്പെട്ടിട്ടുണ്ടാവും. ഓക്കെ, നമ്മളൊരു സ്ട്രഗിളിങ് പീരീഡിലാണ് മറ്റേ ഹജ്ജിന് പോണത്. അപ്പൊ ഹജ്ജൊക്കെ നിർവഹിച്ച് വന്നിട്ടുള്ളൊരു പിന്നീടുള്ളൊരു ലൈഫ് എക്സ്പീരിയൻസ് അത് വലിയ മാറ്റം ഉണ്ടായിരുന്നു. ഞാനിതിപ്പോൾ പറയുമ്പോൾ പലരും പറയാൻ കഴിയും ഹജ്ജിന് പോയി വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങണം. പക്ഷെ ഞാൻ അനുഭവിച്ചത് അതുകൊണ്ടാണ്. ഹജ്ജ് യാത്ര എന്ന് പറഞ്ഞാൽ വലിയൊരു എമോഷണൽ ഇതെന്ന് പറയുന്നത് അള്ളാഹു കൈപിടിച്ച് കാണിച്ചു തന്ന ഒരു മാർഗമായിരുന്നു അത് കഴിഞ്ഞിട്ടുള്ളതെന്നുള്ളത്. അതുകൊണ്ട് തന്നെ അപ്പോൾ ഹജ്ജിന് പോയിട്ട് വന്നതിന് ശേഷം നമ്മൾ ഇപ്പോൾ ഹൽക്കകളിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് ഓർമ്മയുണ്ട് ഹൽക്കകളിൽ പിന്നെ ഈ യാത്ര പോയതിൻ്റെ ഒരു അനുഭവം ഷെയർ ചെയ്യുന്ന ഒരു സംഗതിയുണ്ട്. അപ്പോൾ ഞാൻ പലരിടത്തും പറഞ്ഞത് ഹജ്ജ് എന്ന് പറയുന്നത് മിനിമൽ സംഗതിയാണ്. അതായത് നമ്മളൊരു മുസ്ലിം ആയിരുന്നാൽ ഹജ്ജ് ചെയ്യേണ്ടത് നിർബന്ധമാണ്. ആ നിർബന്ധം എന്ന് പറയുന്നത് നമ്മൾ മരണത്തോട് അടുക്കുമ്പോൾ ചെയ്യേണ്ട സാധനമല്ല, ചെറുപ്പത്തിൽ തന്നെ ചെയ്യേണ്ടതാണ്. അതിൻ്റെ രണ്ട് സംഗതികളാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഫിസിക്കലി ഏബിൾ ആണെങ്കിൽ, പിന്നെ സാമ്പത്തികമായിട്ട് ഏബിൾ ആണ്, ഫിനാൻഷ്യലി ഏബിൾ ആണെങ്കിൽ. അപ്പോൾ ഫിസിക്കലി ചെറുപ്പമാകുമ്പം ഏബിളാണ്. അത് നമ്മൾ പലയിടത്തും യാത്ര ചെയ്യുന്നത്, നമ്മളെ കൂടെ ഉള്ളവർ പലരും പിന്നെ പല ലോകത്തും, അതായത് പല നാടുകളിലേക്ക് യാത്ര ചെയ്യുന്നു, UK-ലേക്ക് US-ലേക്കൊക്കെ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്നവരുണ്ടാവും. അതിന് കുഴപ്പമില്ല. പക്ഷേ ഹജ്ജിന് ട്രക്കിങ്ങിന് പോകുന്നവർ, അങ്ങനെ പല കോംപ്ലിക്കേറ്റഡ് അഡ്വഞ്ചർ ട്രക്കിങ്ങിനൊക്കെ പോകുന്നവരൊക്കെ ഉണ്ട്. പിന്നെ വരുന്നത് സാമ്പത്തികമാണ്. സാമ്പത്തികം ഞാൻ പറഞ്ഞു, നമ്മൾക്ക് ഒരു സ്വന്തം കാറ് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ അവർക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഹജ്ജ് നിർബന്ധമായെന്നാണ്. സ്വന്തമായിട്ടൊരു കാറ് അമൗണ്ടേ വരുന്നുള്ളൂ പിന്നെ ഹജ്ജിന് പോകുന്നത്. എത്രയൊക്കെ ഹജ്ജിൻ്റെ എമൗണ്ട് റേറ്റ് കൂടിയാലും കാറിൻ്റെ റേറ്റും അതിനനുസരിച്ചിട്ട് കൂടുന്നുണ്ട്. നമുക്ക് ഒരു കാറ് സ്വന്തമാക്കാനുള്ള ഒരു കഴിവ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് ഹജ്ജ് ചെയ്യൽ നിർബന്ധമായെന്നാണ് ഞാൻ പേഴ്സണലി അത് വിഷയം. അപ്പോൾ അത് ഞാൻ പലരിടത്തും ഷെയർ ചെയ്യുണ്ടായി. അപ്പോൾ അങ്ങനെ ഒരു സംഗതിയാണ് ഹജ്ജിനെ പറ്റിയിട്ട് അങ്ങനെ പോയി വന്നതിന് ശേഷം എനിക്ക് പലരിടത്തും പറയാനുണ്ടായിരുന്നത്. അത് പിന്നെ അതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഉള്ളൊരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ നല്ലൊരു മാറ്റം ഉണ്ടായിരുന്നു. അത് പിന്നെ പറഞ്ഞ പോലെ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് കൂടുതൽ അടുക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും ഒരു ഡയറക്ഷൻ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. എന്തിനാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്, എന്തിനു വേണ്ടിയിട്ടാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വർക്ക് ചെയ്യേണ്ടത്, നമ്മൾക്ക് ഇങ്ങനെയൊക്കെ ജോലിയും നമ്മുടെ കുടുംബമൊക്കെ നോക്കി നിന്നാൽ പോരെ, എന്തിനാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ. എല്ലാവരും അങ്ങനെയൊക്കെയല്ലേ, നമ്മുടെ മുസ്ലിം സമുദായം മുഴുവൻ എടുത്ത് നോക്കുകയാണെങ്കിൽ പലരും ആ രീതിയിൽ നമ്മൾ ജോലിയിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ മാത്രം നമുക്ക് പള്ളിയിലേക്ക് പോകാം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രവർത്തനം ആർക്കെങ്കിലും സഹായം എത്തിച്ചു കൊടുക്കണമെങ്കിൽ ആ സഹായം എത്തിച്ചു കൊടുക്കാം. ഇതൊരു ഫ്രീ ടൈമിൽ ചെയ്യേണ്ട സാധനമാണ്, അല്ലാതെ നമ്മളെ മെയിൻ ഫോക്കസ് അതിലേക്ക് ആവരുതെന്നൊക്കെ. അതാണ് സാധാരണ സമൂഹത്തിലുള്ളൊരു ചിന്ത. അത് അല്ലെന്നുള്ളൊരു തിരിച്ചറിവ് ഹജ്ജിലൂടെ എനിക്ക് കിട്ടിയെന്നുള്ളതാണ് അത് പറയുന്നത്. അപ്പോൾ അത് പറഞ്ഞൊരു മെയിൻ പോയിന്റ്, ഇപ്പം ഫിനാൻഷ്യലിയും പിന്നെ ഒന്ന് ഫിസിക്കലി നമ്മൾ ഏബിൾ ആവാന്നുള്ളൊരു സംഗതി. എനിക്ക് തോന്നുന്നത് പലരും വൈകിപ്പിക്കാറുണ്ടല്ലോ ഹജ്ജ്. അപ്പോൾ കുറേ നമ്മളുടെ ആരോഗ്യം ശരിക്കും വേണം. ഓരോ ഫുള്ള് നടത്തവും അങ്ങനെ തന്നെ, ചിലപ്പോൾ വണ്ടികളൊക്കെ ഉണ്ടാവുമായിരിക്കും, എന്നാലും കുറേ നടക്കാനുണ്ട്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടല്ലോ. അപ്പോൾ ശരിക്കും ഇപ്പം ഷിമർക്ക് പറഞ്ഞ മെയിൻ പോയിന്റ്, ആളെ ആരോഗ്യമുള്ള സമയം, പ്രത്യേകിച്ച് ഒരു
ആ ഒരു ഏജിൽ തന്നെ പോയി ഒരു കർമ്മം നിർവഹിക്കണം എന്നുള്ളതാണ് ഏറ്റവും നല്ലതെന്ന് തോന്നണം അല്ലേ? അതെ, അതിൽ പിന്നെ അല്ലെങ്കിൽ നമ്മൾ പ്രായമായിട്ട് പോയാലും അവർ ചെയ്യാറുണ്ട്. അവർക്കൊരു ബുദ്ധിമുട്ടില്ലാതെ അത് പലരുടെ എക്സ്പീരിയൻസ് പ്രായമായിട്ട് പിന്നെ ഹജ്ജിന് പോയിട്ടുള്ളവർ വന്ന് പറയുന്നത് എൻ്റെ കാല് വയ്യാത്തൊരു കാലാണ്, പക്ഷേ അവിടെ ചെന്നിട്ട് ഇതൊന്നും എനിക്ക് അറിഞ്ഞില്ല, ഞാനിതെല്ലാം ചെയ്തു എന്ന് പറയും. പക്ഷെ അത് ചെയ്യാറുണ്ട്. അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹമാണ്. അത് അള്ളാഹു എല്ലാം എളുപ്പമാക്കി തരും എന്നുള്ളതാണ്. അതേ സമയത്ത് തന്നെ ചെറുപ്പമായിട്ട് പോയിട്ടുള്ളവർ പലരും വേറെ ഇപ്പോൾ അടുത്തായിട്ട് ഒരാൾ പറഞ്ഞത്, ഞാൻ ഹജ്ജിന് പോയപ്പോൾ എനിക്ക് ഏറ്റവും അനുഭവം കിട്ടിയത് ബാക്കിയുള്ളവരെ സഹായിക്കുന്നതിലായിരുന്നു. ബാക്കി എൻ്റെ കൂടെ എൻ്റെ ഗ്രൂപ്പിൽ ഞാനും വേറൊരാളും മാത്രമാണ് ചെറുപ്പമായിട്ടുള്ളത്. ബാക്കി എല്ലാവരും 60-ന് മേളിലുള്ളവരായിരുന്നു, അല്ലെങ്കിൽ 55-ന് മേളിലുള്ളവർ. അവർക്കൊക്കെ സഹായമുണ്ട്. അതിന് പ്രത്യേകിച്ചും 2-3 പ്രായമായിട്ടുള്ള ഒരു കപ്പിൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ സഹായിക്കാൻ ആരുമില്ലായിരുന്നു. അപ്പോൾ ഞാൻ അവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ അനുഭവം കിട്ടിയതെന്നാണ്. അപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ ആ ചെറുപ്പമായിട്ട് പോകുമ്പോൾ നമുക്ക് ഹജ്ജ് ചെയ്യുന്നതിൻ്റെ കൂലിയും ഇങ്ങനെ ഒരു വേറെ പ്രായമായിട്ട് വരുന്ന ആൾക്കാരെ സഹായിക്കുന്നതിൻ്റെ കൂലി ഇതൊക്കെ കൂടി കിട്ടും എന്നുള്ളവരാണ്. എനിക്ക് തോന്നുന്നു സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞൊരു പോയിന്റ് ഉണ്ടല്ലോ, ഞാൻ ജോലി, നല്ലൊരു വെൽ സെറ്റിൽഡ് ഫാമിലി, ഇനിയൊന്നുമില്ല, എൻ്റെ ലൈഫിൽ കിട്ടാനുള്ള എല്ലാ അച്ചീവ്മെന്റ്സ് എനിക്ക് കിട്ടി നിൽക്കുന്നൊരു ഘട്ടത്തിലാണ് നെക്സ്റ്റ് എന്തെന്നുള്ളൊരു ചിന്ത വരുന്നത്. അതിനുശേഷം പിന്നെ ഹജ്ജിന് പോകുന്നതൊക്കെ. അപ്പോൾ പിന്നെ എനിക്ക് തോന്നുന്നത് ഈ ഹജ്ജാണോ യഥാർത്ഥത്തിൽ ആ ഒരു നെക്സ്റ്റ് എന്താണെന്നുള്ളൊരു, ഞാൻ ഈ ലൈഫിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു ഇതിനുള്ളൊരു ആൻസർ തന്നത് അത് ഹജ്ജിന്റെ ഒരു അത് ഞാൻ പറയാറുള്ളത്, അള്ളാഹു അത് വഴികാട്ടി തന്നു എന്നുള്ളതാണ്. അത് നമുക്ക് പേഴ്സണലി ഫീൽ ചെയ്യും. കുറേ കാര്യങ്ങളിൽ നമ്മളത് ആ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ഇറങ്ങുമ്പോൾ പല സമയത്തും നമ്മളത് അനുഭവിക്കാൻ പറ്റും. അള്ളാഹു നമ്മളെ കൈപിടിച്ച് നമ്മളെ ഓരോ ബുദ്ധിമുട്ടുകളിൽ നിന്ന് മാറ്റുന്നതും ശരിയായിട്ടുള്ള വഴിയിൽ കൊണ്ടുപോകുന്നതും ഇതൊക്കെ നമ്മൾ ആലോചിച്ച് തീരുമാനിച്ച ഒരു സംഗതിയാണെന്ന് ചോദിച്ചാൽ പലപ്പോഴും അല്ല. അത് നമ്മൾ ആലോചിച്ചത് നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു സംഗതി ആയിരിക്കില്ല. പക്ഷെ അത് പിന്നെ ആലോചിച്ച് നോക്കുമ്പോഴാണ് ഇത് അള്ളാഹു ആ ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് മാറ്റി ക്ലിയർ ആയിട്ട് തന്നു. അതേ സമയത്ത് അല്ലെങ്കിൽ അള്ളാഹു ഈ ഒരു നന്മയിലേക്ക് അള്ളാഹു നമ്മളെ കൊണ്ടുപോയി എന്നുള്ളത് നമുക്കത് പിന്നെ അത് മനസ്സിലാവുന്നതാണ്. ഒരു ഗൈഡൻസ് പറഞ്ഞത് അത് പിന്നെ അത് അനുഭവിച്ചാൽ, ഞാൻ പലർക്കും പറയാറുള്ളതാണ്, നമ്മളത് ആ അനുഭവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം നമ്മൾ നൽകണം എന്നുള്ളതാണ്. അതായത് നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇങ്ങനെ ഇറങ്ങുക, നിയത്ത് ചെയ്തിട്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ അള്ളാഹു എന്നെ ഏത് രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുണ്ടോ ആ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ തയ്യാറാണ് എന്നുള്ളൊരു ബയ്യത്ത് അല്ലെങ്കിൽ ആ ഒരു വില്ലിങ്നെസ് കാണിച്ചുകൊണ്ട് നമ്മൾ അള്ളാഹുവിന് മുന്നിൽ നിൽക്കുക. അള്ളാഹു പല മാർഗത്തിലും നമ്മളെ ഉപയോഗപ്പെടുത്തും, നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ അള്ളാഹു ഉപയോഗപ്പെടുത്തും. അപ്പോഴാണ് നമ്മൾ മനസ്സിലാവുന്നത് ഇതിൻ്റെ കൺട്രോളർ അള്ളാഹു ആണെന്നുള്ളത്. അപ്പോൾ ആ അനുഭവങ്ങളൊക്കെ വന്നത് എനിക്ക് തോന്നുന്നു ഹജ്ജിന് ശേഷമാണ്. ഹജ്ജിന് പോയി വന്നതിന് ശേഷമാണ് ആ ഒരു രീതിയിൽ ഫീൽ ചെയ്തത്. മറ്റേത് നമുക്കറിയാം, നമ്മുടെ ചെറുപ്പം മുതൽ നിന്ന് വളർന്നതിൻ്റെ കുറേ കാര്യത്തിൽ അള്ളാഹു ഇടപെട്ടിട്ടുണ്ട്, അള്ളാഹുടെ പിന്നെ ഇടപെടലുണ്ടെന്നുള്ളത് നമുക്കറിയാം. പക്ഷെ അത് നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ, അതിന് മുമ്പ് നമുക്കങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടാവില്ല. അത് എന്തൊക്കെയോ നടന്നു പോകുന്നു. പക്ഷെ അത് ഹജ്ജിന് പോയി വന്നതിന് ശേഷമാണ് ഓരോ കാര്യവും നമുക്ക് ഫീൽ ചെയ്യുന്നത്, ഇത് അള്ളാഹു ആണ്, അള്ളാഹുടെ ഇടപെടലുണ്ട് എന്ന് ഉടനെ നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ ആ രീതിയിൽ നമുക്ക് ആ ഒരു സംഗതിയിലേക്ക് എത്തിപ്പെട്ടത് ഹജ്ജിന് ശേഷം തന്നെയാണ്. നമ്മൾ പലപ്പോഴും ഇങ്ങനെ സമൂഹത്തിൽ കാണുന്നൊരു കാഴ്ച, ഫിനാൻഷ്യലിയും അതുപോലെ ഫിസിക്കലിയും ഏബിളായിട്ടുള്ള ആളുകൾ ഹജ്ജിന് പോകാനൊരു താല്പര്യം, അവരതിനുള്ളൊരു നേരത്തെ പറഞ്ഞ പോലെ അവർ റെഡി ആവണില്ല. പക്ഷേ സ്വയമായിട്ടും ഫിനാൻഷ്യലിയും അതിന് കപ്പാസിറ്റി ഇല്ല, ആരോഗ്യമൊക്കെ ഇതായിട്ടും ഒരുപാട് ആളുകൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലപ്പോൾ നമ്മളോടൊക്കെ തന്നെ പറയാറുണ്ട്, ഉസ്താദ് അല്ലെങ്കിൽ അങ്ങനെ നമ്മളോട് വേണ്ടി പ്രാർത്ഥിക്കണം, നമുക്കൊന്ന് ആ ഭൂമിയിൽ എത്തിപ്പെടാൻ. അപ്പോൾ 2 കാറ്റഗറിയാണ്. ഒന്ന് എല്ലാ സൗകര്യവും ഏർപ്പാട് ചെയ്ത് കൊടുത്ത ടീമും, 2 അതൊന്നും കഴിവില്ല പക്ഷെ എന്നാലും മനസ്സിലൊരാഗ്രഹം വെച്ചെടുക്കണ ആളുകളും. അപ്പം നമ്മളിതിനെ എങ്ങനെയാണ് ഒരിതിൽ കാണേണ്ടത്? ഇതിന് അവസരമുള്ള ആളുകളെ സംബന്ധിച്ച് എന്താണ് നമ്മൾ ഇനി അതിൽ ചെയ്യാനുള്ളത്? പലർക്കും പല രീതിയിലാണ് ഹജ്ജിൻ്റെ ഒരു അവസരം കിട്ടുന്നത്. ഇപ്പോൾ എൻ്റെ ജ്യേഷ്ഠൻ പോയതൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. എൻ്റെ ജ്യേഷ്ഠൻ ഫാമിലിയും പോയത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള രീതിയിലാണ് അവർ പോയത്. കുറേ ചാലഞ്ചസ് പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ യാത്രയിൽ തീരുമാനമായി കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയെല്ലാം ഭയങ്കര എളുപ്പമായിരുന്നു. പക്ഷെ അതേ സമയത്ത് എൻ്റെ ജ്യേഷ്ഠനും കുടുംബവും പോയത് ഭയങ്കര ബുദ്ധിമുട്ടിലൂടെയാണ്. അവർ ചെന്നൈ പോയിട്ട് ബാംഗ്ലൂരിൽ നിന്ന് ചെന്നൈ പോയി അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. വിസ പ്രോസസ്സ് ചെയ്യുന്നതിലൊക്കെ ബുദ്ധിമുട്ടുണ്ട്. ഇതെല്ലാം പരീക്ഷണം തന്നെയാണ്. അള്ളാഹു ചിലർക്ക് എളുപ്പമാക്കി കൊടുക്കും, അത് വേറെ സമയത്ത് അത് പരീക്ഷണങ്ങൾ അത് വരും. അതേസമയത്ത് ചിലർക്ക് ആ ഒരു തീരുമാനം എടുക്കുന്നത് തന്നെ ഒരു പരീക്ഷണമായി മാറും. അതായത് നമ്മളുടെ ചിലപ്പോൾ
അതിനുള്ള എല്ലാ രീതിയിലും അവസരം ഒത്തിട്ടുണ്ടാവും. നമുക്ക് ടിക്കറ്റ് പിന്നെ നമ്മുടെ കൂടെ ഉള്ളവരാരെങ്കിലും പോകുന്നുണ്ടാവും, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ സമ്പത്ത് ആ രീതിയിലുള്ള ഒരു എമൗണ്ട് നമ്മുടെ കയ്യിലുണ്ടാവും, ആരോഗ്യം ഉണ്ടാവും. പക്ഷെ ജോലി സ്ഥലത്ത് നമുക്ക് എങ്ങനെയാണ് വിട്ടുപോകാന്നുള്ളൊരു കൺസേൺ ഉണ്ടാവും. അവിടെ ഈ സമയത്ത് നല്ലൊരു പ്രോജക്റ്റ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഈ സമയത്ത് ഞാൻ എങ്ങനെ വിട്ടുപോവുക എന്നുള്ളൊരു ഇതാണ്. ഇത് അള്ളാഹുടെ പരീക്ഷണമാണ്. ഇത് അള്ളാഹു ശരിക്കും നമുക്ക് ബാക്കി എല്ലാ കാര്യവും ഒത്തു തരികയും ഈ ഒരു സംഗതി അള്ളാഹു വിട്ടു തരികയാണ്. നീ ഏത് തീരുമാനിക്കും, ഇത് വിട്ടിട്ട് നീ പോകുമോ, എനിക്ക് ഏതാണ് പ്രയോറിറ്റി, ഇത് അറിയാൻ വേണ്ടി തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ല ജോലിയുടെ പ്രോജക്റ്റിൽ നല്ല പ്രഷറുള്ള സമയത്തായിരിക്കും നമ്മൾ ഈ തീരുമാനം എടുക്കേണ്ടി വരിക. ആ സമയത്ത് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ ഹജ്ജിന് പോകണം എന്നുള്ളൊരു തീരുമാനം എടുത്താൽ നമ്മൾ നിയത്ത് എടുക്കുകയും ആ തീരുമാനത്തിലൂടെ നമ്മൾ നമ്മുടെ ബോസിൻ്റെ അടുത്ത് പോയി പറയുകയാണെങ്കിൽ കാര്യങ്ങൾ മാറിക്കിട്ടും. അത് ചിലപ്പം ആ പ്രോജക്റ്റ് സമയം കൂടുതൽ എക്സ്റ്റൻഷൻ കിട്ടുന്ന പോലെ ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ ഏതെങ്കിലും രീതിയിൽ അത് എളുപ്പമാക്കി തരുന്ന രീതി, പല രീതിയിലാവും. അത് അള്ളാഹുടെ ഇടപെടലാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കണം. അതാണ് ഞാൻ പറയുന്നത്, നമ്മൾ ഒരു സ്റ്റെപ്പ് എടുത്താലാണ് അള്ളാഹുടെ ആ ഇടപെടൽ നമുക്ക് ഫീൽ ചെയ്യുക. അപ്പോൾ ഏറ്റവും തിരക്കുള്ള ഒരു സമയത്ത് ഒരു പ്രോജക്റ്റിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഡ് ലൈൻ മുന്നിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ തീരുമാനിക്കുകയാണ് എനിക്ക് ഹജ്ജിന് പോകേണ്ട സമയമായി. ആ ഒരു നീയത്ത് മനസ്സിൽ ഉൾക്കൊള്ളുകയും നമ്മൾ അറിയിക്കേണ്ട ആൾക്കാരുടെ അടുത്ത് പോയി ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുകയും ചെയ്താൽ അപ്പോൾ കാര്യങ്ങൾ മാറിക്കിട്ടും. എന്നാൽ നമ്മുടെ നീയത്ത് അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ നീയത്ത് നമ്മൾ എടുത്തു ഹജ്ജിന് പോകണം എന്നുള്ളത് ഒരു ആഗ്രഹം നമ്മൾ അള്ളാഹുടെ മുന്നിൽ വെച്ചു. ബാക്കി കാര്യങ്ങൾ അള്ളാഹു എളുപ്പമാക്കി തരും. ഈ സംഗതി ഇതൊക്കെ കുറേ കാര്യങ്ങളും അതാണ് നമ്മളുടെ അള്ളാഹുടെ മേലുള്ളൊരു വിശ്വാസത്തിനെ ടെസ്റ്റ് ചെയ്യുന്ന സാധനമൊക്കെയാണ്. ഇത് നമ്മൾ ലൈറ്റായിട്ട് എടുത്തിട്ട് നമുക്ക് എല്ലാ രീതിയിലും ബോധ്യപ്പെട്ടാൽ, എല്ലാ രീതിയിലും പിന്നെ എല്ലാ സൗകര്യങ്ങളും ഒത്തു വന്നാൽ മാത്രമേ ഞാൻ ഹജ്ജിന് പോകുമെന്ന് പറഞ്ഞാൽ അത് നടക്കൂല. പറഞ്ഞാൽ അള്ളാഹു അത് പരീക്ഷിക്കും. നമ്മുടെ ഈമാനുള്ള ടെസ്റ്റ് ചെയ്യും. എന്നെ കൂടെ ഇങ്ങനെ വലിച്ചെടുക്കണം, എൻ്റെ ജോലി, എൻ്റെ ഫാമിലി, ഇതൊക്കെയാണോ നിന്നെ അത് വലിക്കണത്, അത് എൻ്റെ വിളിയാണോ എന്നുള്ള ഒരു സംഗതി റബ്ബ് പരീക്ഷിച്ചിട്ട് കൊണ്ടുപോകുള്ളൂ എന്നാണ്. നമുക്ക് നല്ല ഒരു അള്ളാഹു സ്വീകരിക്കുന്ന ഒരു ഹജ്ജായിട്ട് മാറണമെങ്കിൽ ഈ ഒരു പരീക്ഷണം ഉണ്ടാവും എന്നുള്ളതാണ്. പരീക്ഷണമൊന്നും ഇല്ലാതെ നമ്മൾ കൊണ്ടുപോകണമെങ്കിൽ അള്ളാഹു പിന്നെ അത് അത്ര കാര്യമായിട്ട് കണ്ടിട്ടില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ പലരും പോകാറുണ്ട്. എല്ലാ വർഷവും ഹജ്ജിന് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ അത് പിന്നെ അതിലൊക്കെ എത്രത്തോളം കാര്യമുണ്ടെന്നുള്ളത് അള്ളാഹു ആലും. പക്ഷെ അവർക്ക് ഹജ്ജിന് പോകുന്നതെന്ന് പറഞ്ഞ ഒരു ടൈം പാസ് എന്നുള്ള രീതിയിൽ എല്ലാവരും ആ ഒരു സമയത്ത് ഹജ്ജിന് പോകുന്നത്. ഇപ്പോൾ റമളാനിൽ പലരും ഉംറയ്ക്ക് പോകാനുള്ള ഒരു തീരുമാനം. അപ്പോൾ അത് റമളാൻ്റെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ പോകും. പക്ഷെ അതൊരു സ്ഥിരമായിട്ടുള്ളൊരു സംഗതിയായി മാറുകയാണെങ്കിൽ അത് ചോദ്യം ചെയ്യേണ്ടതാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതേ സമയത്ത് ആ ഒരു എമൗണ്ട് വെച്ചിട്ട് നമ്മൾ ബാക്കിയുള്ളവർക്ക് സഹായിച്ചിട്ട് അവർക്ക് ഹജ്ജിന് പോകാൻ എളുപ്പമാക്കി കൊടുക്കുക എന്നുള്ള രീതിയിലൊക്കെ ആലോചിക്കേണ്ടതാണ്. അപ്പം ഈ ഒരു ഈമാനുമായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ് നമ്മുടെ ഓരോ കർമ്മവും. നമ്മളെ നിസ്കാരമാണെങ്കിലും നമ്മൾ പറയാറുണ്ട്, നിസ്കാരം ചിലപ്പോൾ നമുക്ക് നിസ്കരിക്കേണ്ട ഒരു സമയത്തായിരിക്കും വേറെ എന്തെങ്കിലും ഓഫീസിൽ പോകുന്നവർക്ക് ആ ഒരു സമയത്ത് നല്ലൊരു പ്രസൻറ്റേഷൻ ചെയ്യേണ്ട ഒരു ആ ഒരു സമയത്തായിരിക്കും നമ്മൾ നിസ്കാര സമയത്തുനിന്ന്. ആ സമയത്ത് എനിക്ക് പേഴ്സണലി അങ്ങനെ അനുഭവപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ നിസ്കരിക്കണം എന്ന് പറഞ്ഞ നിയത്തോടെ നമ്മൾ മുന്നോട്ട് ഒരു സ്റ്റെപ്പ് വെച്ചാൽ ഈ പ്രസൻറ്റേഷൻ ചിലപ്പം അപ്പോഴായിരിക്കും കോള് വരുന്നത്, നമുക്ക് പ്രസൻറ്റേഷൻ മാറ്റി വെച്ചു, നാളെയാണ് പ്രസൻറ്റേഷൻ. അതേ സമയത്ത് നമ്മൾ നിസ്കരിക്കേണ്ട ഇത് തീർക്കാം എന്നുള്ളൊരു തീരുമാനത്തിൽ നമ്മൾ മുമ്പോട്ട് പോകണമെങ്കിൽ ഈ പ്രസൻറ്റേഷൻ നമ്മൾ ശരിയാവില്ല. അത് നല്ല രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല, നമ്മൾ പ്രിപ്പയർ ചെയ്യാനുള്ളൊരു ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ടാവില്ല. ഇതൊക്കെ ഫീൽ ചെയ്തല്ലേ, ഇത് അനുഭവിച്ചാലാണ് ഇത് നമുക്ക് റിയാലിറ്റിയിലേക്ക് വരിക. അപ്പോഴാണ് നമ്മുടെ ഈമാനും അള്ളാഹുടെ ഒരു പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുക. അത് ശരിക്കും എന്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഇത് നമ്മുടെ ഈമാനിനെയും നമ്മുടെ ജീവിതത്തേക്ക് ഒരു ടെസ്റ്റ് ചെയ്യണ കുറേ കർമ്മങ്ങളാണ് ഹജ്ജിലുള്ളത്. ഹജ്ജിനെ സംബന്ധിച്ച് ഹജ്ജുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ അതാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ഓരോ ആളുകൾക്കും വ്യത്യസ്തമായിട്ടാണ് ഹജ്ജ് അനുഭവിക്കുന്നതും അത് ഇതാക്കുന്നതും. അപ്പം അതിൽ ഫൈദാസം തഫത്തവക്കൽ അല്ലാ, നിങ്ങൾ ഒരു തീരുമാനത്തിൽ ഉറച്ച അള്ളാൽ തവക്കൽ ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹ് അത് എളുപ്പമാക്കി തരൊക്കെ ചെയ്യും. നമുക്ക് നിങ്ങളുടെ ഒരു അനുഭവത്തിൻ്റെ എല്ലാത്തിൻ്റെ വെളിച്ചത്തിൽ എന്താണ് നമ്മുടെ ആളുകളോട് പറയാനുള്ളത്? നമ്മൾ ഹജ്ജിന് നമ്മളെപ്പോഴും പറയാറുള്ള പോലെ നമ്മൾ നീയത്ത് വെക്കുക എന്നുള്ളത് ഉറപ്പുവരുത്തി. ഇപ്പം ഈ വർഷം ഹജ്ജിന് പോകാൻ കഴിയാത്ത ആൾക്കാർ അടുത്ത വർഷം ഹജ്ജിന് പോകണം എന്നുള്ളൊരു നീയത്ത് വെക്കുക. അതിനനുസരിച്ചിട്ട് നമ്മളെ കാര്യങ്ങളെല്ലാം ഒന്ന് ഫ്രീ ആക്കി വെക്കുകയും അതിനനുസരിച്ചുള്ള പ്ലാനിങ്. ഇനിയിപ്പോൾ അങ്ങനെ ചെയ്തിട്ടും ചിലപ്പം അടുത്ത വർഷം ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന് വരും. പക്ഷെ ആ ഒരു നീയത്തിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്.
അങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരുന്ന അള്ളാഹു അതിലേക്ക് എത്തിക്കും. നമ്മൾ പലർക്കും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, പലർക്കും പല ലെവലിലാണ്. ചിലർക്ക് അള്ളാഹു എളുപ്പത്തിൽ ഹജ്ജ് ചെയ്യാനുള്ള ഒരു അവസരം തരും, ചിലർക്ക് നല്ല ബുദ്ധിമുട്ടിലാണ്. ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മളെ പിന്നെ അതിലേക്കൊരു പിന്നെ ഹജ്ജ് ചെയ്യാനൊരു അവസരം ഒത്തൊരുങ്ങി വന്നാൽ പിന്നെ നമ്മൾ ആ പ്രിപ്പറേഷൻ അതിനെ ഒരു ടെക്നിക്കൽ രീതിയിൽ മാത്രമായിരിക്കരുത്, അതിനെ അർക്കാനും കാര്യങ്ങളും പഠിക്കണം. ആത്മാവ് ഉൾക്കൊണ്ടുകൊണ്ട് അതെ അതെ, ആ ഒരു ആത്മാവ് എങ്ങനെ ഉൾക്കൊള്ളാം എന്നുള്ളതാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. അങ്ങനെ പോകുമ്പം ആത്മാവ് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ പോകുമ്പം അവിടെ പോകുമ്പോൾ കിട്ടുന്ന എക്സ്പീരിയൻസ് വേറെയാണ്. ഇത് ഞാൻ വേറൊരു എക്സ്പീരിയൻസും കൂടെ പറഞ്ഞ് ഇതിലേക്ക് വരാം. അത് ഞാനൊരു യാത്രയ്ക്ക് പോയിരുന്നു. നമ്മൾ പിന്നെ പുണ്യഭൂമി എന്ന് പറഞ്ഞൊരു യാത്രയാണ് നമ്മുടെ പലസ്തീനിലും ജോർഡനിലേക്ക് ആയിട്ട്. അപ്പോൾ എൻ്റെ കൂടെ വന്നിരുന്ന ഒരു വ്യക്തി, പിന്നെ മൂപ്പര്, ഞാനിങ്ങനെ പോവാണ്, നമ്മൾ പുതിയ സ്ഥലങ്ങളൊക്കെ കാണുകയാണ്, നമ്മളൊരു വിസിറ്റർ എന്നുള്ള രീതിയിലാണ് നമ്മളത് കാണുക. എൻ്റെ കൂടെ വന്നിരുന്ന വ്യക്തി, ആള് ഒരു ബുക്ക് കൂടെ കൊണ്ടുവന്നു. മൂപ്പര് അതിനകത്ത് ഓരോ നാട്ടിലേക്കും ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോൾ അതിൻ്റെ ഹിസ്റ്ററി വായിക്കുകയാണ്, അവിടെ നടന്ന സംഗതികളും. അപ്പോൾ അതിൻ്റെ ആത്മാവ് ഉൾക്കൊണ്ടുകൊണ്ടാണ് ആൾ അവിടെ കിടക്കുന്നത്. അവിടെ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ കാര്യങ്ങൾ ഓൾറെഡി അറിയാവുന്ന കുറേ കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് മൂപ്പർ അവിടെ കയറുന്നത്. അപ്പോൾ മൂപ്പർക്ക് കിട്ടുന്ന ഫീലിങ്ങും എനിക്ക് കിട്ടുന്ന ഫീലിങ്ങും വളരെ വ്യത്യാസമാണ്. ഞാൻ അവിടെ സ്ഥലങ്ങൾ മാത്രമാണ് കാണുന്നത്, അവിടുത്തെ ഭംഗി മാത്രമാണ് കാണുന്നത്. മൂപ്പർ അവിടെ അതിൻ്റെ ഹിസ്റ്ററിയും അത് അവിടെ നടന്നുപോയ ആൾക്കാരിനെ പറ്റിയിട്ടും പിന്നെ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയത് എന്നൊക്കെയാണ് മൂപ്പർ പഠിക്കുന്നത്. അപ്പോൾ മൂപ്പർ അവിടുത്തെ ഒരു ഇൻഹാബിറ്റൻ്റ് എന്നുള്ള രീതിയിലാണ് അവിടെ മൂപ്പർ ചെന്നെത്തുന്നത്. പക്ഷേ നമ്മൾ പോകുന്നത് ഒരു വിസിറ്ററായിട്ടും ജസ്റ്റ് കാണാൻ. ഇതേപോലെയാണ് നമ്മൾ ഹജ്ജിലേക്ക് പോകുമ്പോൾ നമ്മൾ ആ ആത്മാവ് ഉൾക്കൊള്ളാതെ, ആ രീതിയിൽ നമ്മൾ പഠിക്കാതെ, നമ്മൾ വെറും ജസ്റ്റ് കർമ്മങ്ങൾ മാത്രം എന്തൊക്കെയാണെന്ന് പഠിച്ചിട്ട് പോയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഫീലിംഗ് കിട്ടൂല. നമുക്ക് തിരിച്ചു വരുമ്പോൾ നമുക്ക് ജസ്റ്റ് കർമ്മങ്ങളെ പറ്റി പറയാമെന്നല്ലാതെ ആ അനുഭവങ്ങൾ, ആത്മാവ് അവിടെ ഫീൽ ചെയ്ത അനുഭവങ്ങൾ നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുക, നമ്മളുടെ നീയത്ത് വെക്കുകയും പിന്നെ അതിനുശേഷം അതിനെ ആ ഒരു ആത്മാവ് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടുള്ള ഒരു പണിയിലേക്ക് നമ്മൾ ഇറങ്ങുക എന്നുള്ളതാണ്. നമ്മൾ ശരിക്കും അതൊരു ഫീലിംഗ് ആണ്, മൊത്തം അനുഭവങ്ങളാണ്. എത്ര റബ്ബ് അല്ലെങ്കിൽ അള്ളാഹ്ക്ക് നമ്മളോടുള്ള ഒരു സ്നേഹത്തിനെ ശരിക്കും അവിടെ ഇങ്ങനെ വെച്ച് അനുഭവിക്കാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ റബ്ബിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇരുന്ന് നമ്മൾ കരയും. നമ്മളുടെ എല്ലാവരും നമ്മളിപ്പോൾ പറഞ്ഞ ചിലപ്പോൾ ജോലിയുടെ സ്ട്രെസ്സ് ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും പോണത്. പക്ഷേ അവിടെ എത്തുമ്പോൾ അതൊക്കെ ഇങ്ങനെ നമ്മളുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒഴിവാക്കി തരും. നമ്മളെ വേറൊരു രീതിയിലേക്ക് റബ്ബ് നമ്മളെ വഴി നടത്തൊക്കെ ചെയ്യാണ് യഥാർത്ഥത്തിൽ ഇതുപോലെയുള്ള അനുഭവങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാട്ടെ. നമുക്ക് എല്ലാവർക്കും ഹജ്ജും ഉംറയൊക്കെ ചെയ്യാനുള്ളൊരു ഭാഗ്യം നാഥൻ നൽകുമാറാകട്ടെ. അതിന് ശേഷമുള്ളൊരു ലൈഫ്, ഹജ്ജ് കഴിഞ്ഞതിന് ശേഷമുള്ളൊരു ലൈഫ്, അതെന്താണോ നമ്മൾ അതിൽ നിന്ന് പഠിച്ചതും ഉൾക്കൊണ്ടതും, അത്തരത്തിൽ നമുക്ക് ആ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാനും നാഥൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ്. എന്തായാലും അസ്സലാമു അലൈക്കും.